കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം, കർത്താവിന്റെ പ്രവൃത്തികളെ കാണുവാനായിട്ടുള്ള ഒരു ദാഹം, കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ടുള്ള ഒരു ദാഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ലാം ഷതല ബ്രകതിയ തലബരബന ശദരജന രഗന തലബന തുലബന ശംതിരിയാർ തുലബാര താൽബര ജനിയാർ തലരഗനം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമായി സമർപ്പിക്കുവാൻ വചനത്തിൽ നമ്മൾ കാണുന്നു. റമാറ്റിയ, നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം മറന്ന് അതെല്ലാം ഒരുപക്ഷെ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനോ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ ഏകാഗ്രതമായിട്ട് ഇരിക്കുവാനോ ഒന്നും ഉള്ളൊരു സാഹചര്യം ആയിരിക്കത്തില്ല. പക്ഷേ അതിനെല്ലാം നിങ്ങൾ ആ യാഗപീഠത്തിന്റെ മേൽ അർപ്പിച്ച് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചാകട്ടെ. നിങ്ങളുടെ സാഹചര്യങ്ങളെ ഒന്നും നിങ്ങൾ നോക്കണ്ട. നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ചല്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആ അറിവിൽ നിന്ന് നാം ദൈവത്തെ സ്തുതിക്കണം. ഹാലേലൂയ, ഹാലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധി നന്ദി പറഞ്ഞാട്ടെ. ദൈവം ചെയ്ത ഓരോ നന്മകളെ ഓർത്ത്, ദൈവം ചെയ്ത ചെറിയ ഉപകാരങ്ങളെ വരെ ഓർത്ത് കർത്താവിന്റെ സന്നിധി നന്ദി പറഞ്ഞാട്ടെ. ആരും അവനുമായിരിക്കരുത്, എല്ലാവരും ശബ്ദം ഉയർത്തി കർത്താവിന്റെ സന്നിധി നന്ദി പറഞ്ഞാട്ടെ. ലാം ശബ്രചല രകതിയ അന്തരിയാർ തലരബനം ശതുരജന രഗനം രഗനം രദലം. ഹാലേലൂയ, 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 ഹാലേലൂയ. യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കണ്ട. ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുന്ന ഒരു മനോഭാവം ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളെയും ആ യാഗപീഠത്തിന് മേൽ ഇറക്കി വെച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അതാണ് ദൈവത്തിന്റെ സന്നിധിയിലുള്ള ആരാധന, അതാണ് ബുദ്ധിയുള്ള ആരാധന. ഹാലേലൂയ. നിങ്ങളുടെ സാഹചര്യങ്ങളെ ആ യാഗപീഠത്തിന് മേൽ അർപ്പിച്ച് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ സാഹചര്യങ്ങളെ നോക്കാതെ കർത്താവ് ആരാണെന്ന്, ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നിങ്ങൾ ദൈവത്തെ നന്ദി പറഞ്ഞാട്ടെ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ. നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവ കൃപയാൽ. നിർത്തിയിടും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്കിലെ ചോര തന്നെന്നെ വീണ്ടെടുത്തവനെ, വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. കൃപയേ, കൃപയേ, വർണ്ണിപ്പാൻ അസാധ്യമേ അത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ. നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയ
നടത്തിയത്. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ, വൈഷമ്യമേടുകളിൽ കരം പിടിച്ചു എന്നെ നടത്തിയതാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ, വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് നടത്തിയതാലാമേ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ. ആമേൻ. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ ദൈവ കൃപയാൽ, നിർത്തിയിടും ദയയാൽ നിത്യദയയാൽ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ നന്ദി. ആമേൻ. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. വചനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, സങ്കീർത്തനം 139 തോന്നുന്നു. അവൻ മുൻപും പിൻപും എന്നെ അടച്ച് അവന്റെ കരം എന്റെ മേൽ വെച്ചിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇങ്ങനെയാണ് കാണുന്നത്, അവൻ മുൻ പിൻപും എന്നെ അടച്ച് അവന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു എന്ന് വചനത്തിൽ നാം കാണുന്നു. പലപ്പോഴും ആ വാക്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കർത്താവിന്റെ കരം നമ്മുടെ മേൽ ഭാരമായിട്ടിരിക്കുകയാണെന്ന്. അല്ല, ദൈവം അങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യം നമ്മളെ ഒറിജിനലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോലെ നാം ജീവിക്കേണ്ടതിന് വേണ്ടി കർത്താവിലേക്ക് തിരിക്കാനായിട്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്. അവൻ മുൻപും പിൻപും എന്നെ അടച്ച് അവന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. അതിനർത്ഥം വേറെ എവിടെ പോയാലും നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നാം ആകത്തില്ല. അങ്ങനെ ദൈവം അടച്ചതിന്റെ ഉദ്ദേശം നാം മടങ്ങി കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാനായിട്ടാണ്. കർത്താവിന്റെ ആ സാന്നിധ്യത്തിലേക്ക് നാം എല്ലാവരും ഓടി മടങ്ങി വരണം. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ കരം നിങ്ങളുടെ മേൽ ഇരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നുന്നു, ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ദൈവം ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. നിങ്ങളെ ആരും ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളൊരു ഞരക്കത്തിലൂടെയോ നിങ്ങളൊരു ബുദ്ധിമുട്ടിലൂടെയോ കടന്നു പോകും. കർത്താവ് നിങ്ങളെ ട്രെയിൻ ചെയ്യുകയാണ് കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ വരാൻ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ കാര്യങ്ങളെ ചെയ്യാൻ. ദൈവം നിങ്ങളെ ട്രെയിൻ ചെയ്ത് നിങ്ങളെ അങ്ങോട്ടേക്ക്, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു റേഞ്ച് ഉണ്ട്. നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു രീതിയുണ്ട്. അതിലേക്ക് നിങ്ങളെ വരുവാനായിട്ട് ദൈവം നിങ്ങളെ മുൻപും പിൻപും അടച്ച് കർത്താവിന്റെ കരം നിങ്ങളുടെ മേൽ വെച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും അവസാനം കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെല്ലാവരും വന്നേ മതിയാകത്തുള്ളൂ. അവിടെ വരുമ്പോഴാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യലിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞിട്ടുള്ള എല്ലാ ദൈവിക ഉദ്ദേശങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഒരു പാട്ടുകൂടെ നാം കർത്താവിന്റെ സന്നിധിയിൽ പാടി നമുക്ക് കർത്താവിന്റെ സാന്നിധ്യത്തെ നമുക്ക് ആസ്വദിക്കാം. സേനയിൽ അധിപൻ, ദേവനിൽ അതിയായ ആശ്രയം അവനുള്ളൂ. വചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരിക്കത്തും നട്ടിരിക്കുന്നതും വെള്ളത്തിനരികിൽ വേരൂന്നിയിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചൂട് തട്ടും, പക്ഷെ അവൻ പേടിക്കത്തില്ല. അവന്റെ ഇല വാടത്തില്ല. പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഒരു പക്ഷെ വരാം, പക്ഷെ യഹോവയിൽ തന്നെ യഹോവയിൽ തന്നെ ആശ്രയം വെച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതുകൊണ്ട് കർത്താവിൽ തന്നെ ആശ്രയിക്കാം. കർത്താവിന്റെ സാന്നിധ്യം മാത്രം കൊതിക്കാം. കർത്താവിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യലിൽ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സേനയിലധിപൻ, ദേവനിലതിയായ ആശ്രയം എവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. സേനയിലധിപൻ, ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. യാഹിൽ വാസമെന്തതി കാമ്യം, യാഹിൽ വാസമെന്തതി കാമ്യം. വാഞ്ചിച്ചു മോഹിക്കുന്നെന്നുള്ളം, ഘോഷിക്കുന്നെൻ ഹൃദയം ജഡവും. ഘോഷിക്കുന്നെൻ ഹൃദയം ജഡവും. സേനയിലധിപൻ, ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. കുരികിൽ തനിക്കൊരു വീടും ഇവൽ പരവതൻ കുഞ്ഞുങ്ങൾക്കായി. നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. ആമേൻ. കുരികിൽ തനിക്കൊരു വീടും ഇവൽ പരവതൻ കുഞ്ഞുങ്ങൾക്കായി. നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. നിൻ തിരുബലിപീഠം തന്നിൽ, ആമേൻ. നിൻ തിരുബലിപീഠം തന്നിൽ ധന്യൻ നിന്നാലയത്തിൽ വസിപ്പോ. നിത്യം സ്തുതിക്കുമവർ നിന്നെ, നിത്യം സ്തുതിക്കുമവർ നിൻ. സേനയിലധിപൻ, സേനയിലധിപൻ, ദേവനിലതിയായ ആശ്രയം എവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. ആമേൻ. സേനയിലധിപൻ, ദേവനിലതിയായ ആശ്രയമേവനും.
ആമേരായവനേ വരിലും അതിതൻ ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും. ആമേൻ. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും. ഓഹോ, ഈ വിധമുള്ളോർ മനസ്സുകളിൽ ആമേൻ, ഈ വിധമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമായി. സിയോൻ നഗരിയിൻ പെരുവഴികൾ, സിയോൻ നഗരിയിൻ പെരുവഴികൾ. സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിതൻ എല്ലാമേ. സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും ആമേൻ. കണ്ണുനീർ താഴ്വര അതുവഴിയായവർ യാനം ചെയ്യുമ്പോൾ ആയതുമാറും ജലാശയമായ. ആമേൻ. കണ്ണുനീർ താഴ്വര അതുവഴിയായവർ യാനം ചെയ്യുമ്പോൾ ആയതുമാറും ജലാശയമായി. മുൻമഴയ അനുഗ്രഹപൂർണമാകും. ആമേൻ. മുൻമഴയ അനുഗ്രഹപൂർണമാകും. പ്രാപിക്കും ബലമവർ ബലത്തിനുമേൽ ചെന്നെത്തുമേ വരും സിയോനിൽ, ചെന്നെത്തുമേവരും സിയോനിൽ. സേനയിലധിപൻ ദേവനിലതിയാൽ ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിതൻ ആമേൻ. സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിതൻ കണ്ണുനീർ താഴ്വര അതുവഴിയായവർ യാനം ചെയ്യുമ്പോൾ ആയതുമാറും ജലാശയമായ. ആമേൻ. കണ്ണുനീർ താഴ്വര അതുവഴി ആയവർ യാനം ചെയ്യുമ്പോൾ ആയതുമാറും ജലാശയമായി. മുൻമഴയ അനുഗ്രഹപൂർണമാകും. ആമേൻ. മുൻമഴയ അനുഗ്രഹപൂർണമാകും. പ്രാപിക്കും ബലമവർ ബലത്തിനുമേ ചെന്നെത്തുമേ വരും സിയോനിൽ. ഓ, ചെന്നെത്തുമേ വരും സിയോനിൽ. സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിതൻ ആമേൻ. സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിതൻ ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും. ആമേൻ. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും. ഓ, ഈ വിധമുള്ളോർ മനസ്സുകളിൽ ആമേൻ. ഈ വിധമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമായി. സിയോൻ നഗരിയിൻ പെരുവഴികൾ. ഓ, സിയോൻ നഗരിയിൻ പെരുവഴികൾ. ആമേൻ. സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിതൻ ആമേൻ. സേനയിലധിപൻ
ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിരല്യനാമേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ? അമേനായവനേവരിലും അതിരല്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Rabashantere tere shanto ramashantere jaganaraganam jaganam radalam lavarashadara jaganam raganathalarigana jaganaragane raganam radulam jaganam ravarashadara jaganaraganam raganam radalam shadaram jaganam raganam vibalashantere ketere ragane lavarashagana jaganaraganathalarariganam raganam radalam Vibala shantere getele lamano shantarigana jagana Vibala mayram janam galam sharaganam jaganam nadalam Libane lamano talarigana shadara jagana raganam dalaram shadaram jaganam. Hallelujah, 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 hallelujah. Yeshua stodram 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 stodram. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ദൈവം ഈ നാളുകളിൽ നമ്മളെ ദൈവം വളരെ ധാരാളമായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപ നമ്മളുടെ മേൽ ഒരു മഴ പോലെ കർത്താവ് നമ്മുടെ മേൽ, കർത്താവിന്റെ കൃപകളെ ദൈവം നമ്മുടെ മേൽ ചൊരിയുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള ബലഹീനതകളെ നോക്കാതെ നിങ്ങളുടെ ആത്മമനുഷ്യനെ നോക്കുക. ആത്മമനുഷ്യന് വേണ്ടുന്ന ഭക്ഷണങ്ങളെ കൊടുക്കുക. ആത്മമനുഷ്യനെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു കാലഘട്ടത്തിൽ ശക്തമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ ദേശത്ത് നടക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മളിലൂടെ ചെയ്യാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുക. വചനത്തിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ എബ്രായ ലേഖനത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 5-ാമത്തെ അവസാനത്തെ ഭാഗങ്ങൾ, 6-ാമത്തെ ആദ്യത്തെ ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ വീണ്ടും ഈ ആദ്യ പാഠങ്ങളെ വിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പൂർത്തി പ്രാപിക്കുവീൻ എന്ന വചനത്തെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ അത് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിന്റെ സന്നിധി നിങ്ങൾ വളരുക. ദൈവം അതാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വീണ്ടും ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടിരിക്കാതെ നിങ്ങൾ വീണ്ടും ശക്തമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ വളരണം. ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മഹത്വം ഈ ഭൂമിയിലൊക്കെയും വിളങ്ങേണ്ടതിന് വേണ്ടി ദൈവം നമ്മളെയാണ് കണ്ടുവച്ചിരിക്കുന്നത്. നമ്മളിലൂടെ ദൈവത്തിന് ചെയ്യണം അതല്ല. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇണങ്ങിയ ആയുധമായി കർത്താവിന്റെ സന്നിധി നിങ്ങളെ തന്നെ ഭരമേൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ബലഹീനതകളെ നിങ്ങൾ നോക്കരുത്. ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാവീദിന്റെ ജീവിതത്തിൽ പല ബലഹീനതകളും ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞ അവന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ ദൈവം അതിനെ കഴുകിക്കളയാൻ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. അതിന്റെ അർത്ഥം പാപത്തെ ചെയ്യാനുള്ള ലൈസൻസ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് അതിനെല്ലാം നിങ്ങൾ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വിട്ട് അതെല്ലാം അതിനെല്ലാം ഓവർകം ചെയ്ത് നിങ്ങൾ മുൻപോട്ട് പോകണം. നിങ്ങൾ ഓൾറെഡി ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ വെളിപ്പാടിൽ നിങ്ങൾ മുൻപോട്ട് പോവുക. ഹല്ലേലൂയ. നമ്മളെ ദൈവം കർത്താവ് ക്രിസ്തുവിനോടുകൂടി സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് കെട്ടുപോകുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനകത്ത് ഒരു കറപ്ഷൻ ഒന്നും ഇല്ല. ദൈവത്തിന്റെ വചനത്തിനകത്ത് കറപ്ഷൻ ഇല്ല. ആ കറപ്ഷൻ ഇല്ലാത്ത വചനത്താൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിങ്ങളൊരു ഡിവൈൻ കൈൻഡ് ആണ്. നിങ്ങളൊരു പ്രത്യേക ഗണം ആൾക്കാരാണ്. നാം ഓരോരുത്തരും വീണ്ടും ജനിച്ച ഓരോ വ്യക്തി ജീവിതങ്ങൾ നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെതായിട്ടുള്ള ചില പദ്ധതികൾ ഈ ഭൂമിയിൽ നിറവേറ്റാനായിട്ടാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ വചനം വായിച്ചിട്ട് താൻ ഇന്നവൻ എന്ന് അവൻ വചനം വായിച്ച് പിന്നത്തേതിൽ മറന്നു പോകുന്നവൻ തന്റെ മുഖം കണ്ണാടിയിൽ നോക്കി താൻ ഇന്ന മുഖമായിരുന്നു എന്ന് മറന്നു പോകുന്ന ഒരു വ്യക്തിയെ പോലെ, വചനത്തെ മറന്നു പോകുന്ന ആൾക്കാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ അവൻ ഇന്ന ഒരു വ്യക്തി. വചനം വായിക്കുമ്പോൾ നിങ്ങൾ ആരാണ്? നിങ്ങൾ വേറൊരു വ്യക്തിയാണ്. യു ആർ എ ഡിവൈൻ കൈൻഡ്. അങ്ങനെ ഒരു വ്യക്തികളാണ് നിങ്ങൾ. അതാണ് സത്യം. ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് സത്യം. നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് സത്യം. അതുകൊണ്ട് ആ കൃപയിൽ നിങ്ങൾ ആശ്രയിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങൾ കർത്താവിന്റെ സന്നിധി നിങ്ങളുടെ തലകളെല്ലാം അണയ്ക്കാട്ടെ.
ഹാലേലൂയ. കണ്ണുകളെ അടച്ച് ഒരു നിമിഷം കൂടി കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി കർത്താവിന് നിങ്ങളോട് പറയുവാനുള്ള ദൈവിക വചനങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ള ഒരു ഹൃദയമായി കർത്താവിന്റെ സന്നിധിയിൽ അല്പസമയം ഒരു നിമിഷം കൂടി നിങ്ങൾ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെ തന്നെ ഒരുക്കിയാട്ടെ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങളെ, ദൈവിക ആലോചനകളെ, പ്രൊഫറ്റിക് വേർഡ്സിനെ, പ്രാവചനികമായിട്ടുള്ള ശബ്ദങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അങ്ങനെ സ്വീകരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏകാഗ്രമാക്കി ഹാലേലൂയ, 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 ഹാലേലൂയ. ദൈവമേ, നിങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവേ സ്തോത്രം. കർത്താവിന്റെ മഹത്വം ഇന്ന് ഇവിടെ വെളിപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷക്തൻ കർത്താവ് അങ്ങയുടെ വചനമായിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടുന്ന ദൈവിക ആലോചനകളെ പരിശുദ്ധാത്മാ ഞങ്ങൾക്ക് നൽകണമേ. അത് കേൾക്കുവാൻ, അത് കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ കർത്താവ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. യേശു കർത്താവിനെ കുറിച്ച് ഞങ്ങൾ കാണുന്നത് പോലെ കർത്താവേ സ്തോത്രം. പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല. പുത്രൻ പിതാവ് ചെയ്യുന്നത് കണ്ടിട്ട്, പിതാവ് പറയുന്നത് കേട്ടിട്ടാണ് പുത്രൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ കർത്താവേ സ്തോത്രം, ഞങ്ങളും കർത്താവ് ഇന്ന് ഞങ്ങളോട് പറയുവാനുള്ള കാര്യങ്ങളെ ഹൃദയം തുറന്ന് കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങളെ, നന്മകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അടികളും മുറ്റുമായി താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രവൃത്തികളെ കാണുവാൻ സഹായിക്കണം. പ്രാർത്ഥന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവിന്റെ ദാസനെ ദൈവത്തിന് മാനിക്കട്ടെ, ദൈവത്തിന് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനെ സ്നേഹത്തെ അറിയിക്കുന്നു. വിശേഷാൽ ആമേൻ. കർത്താവിന്റെ ദാസൻ ഇതിനു മുൻപിൽ ഒരിക്കൽ നമ്മുടെ മുൻപിൽ വന്ന് ആരാധന ലീഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വതന്ത്രം ടീമിൽ പാടുന്ന കർത്താവിന്റെ ദാസൻ ഗ്രേസൻ പീറ്റർ തന്റെ ജ്യേഷ്ഠനാണ്. അവർ രണ്ടുപേരും കർത്താവിന്റെ വേലയോട് ബന്ധത്തിൽ ആയിരിക്കുന്നു. ഞങ്ങളുടെ ചർച്ചയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനാണ് ഗ്രേസൻ. ആമേൻ. തന്റെ മാതാവ് ആമേൻ അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ചർച്ച ഉണ്ട്. ആമേൻ. വർഷങ്ങളായിട്ട് ആ മാതാവ് തന്നെയാണ് ആ ആരാധനയും ആ ചർച്ച എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ ശക്തമായി കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ആ കുടുംബത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിൻ ദാസൻ കാസർഗോഡ് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കും. ഇന്ന് രാത്രിക്കാലം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ആരാധന ലീഡ് ചെയ്ത സോദരൻ കർത്താവിന്റെ ദാസനുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. അല്പമാകുന്ന പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണ് കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രികാലം ആരാധനയൊക്കെ ലീഡ് ചെയ്ത്. കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം കൂടപ്പെട്ട എല്ലാ ദൈവജനത്തെ ഓർത്ത് ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രികാലം സർവശക്തനാകുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യം തന്റെ ജനത്തിന്റെ മേൽ കർത്താവിന്റെ ആത്മാവ് പകരുവാൻ, വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ, പെയ്തിറങ്ങുന്ന മഴ പോലെ ദൈവ സാന്നിധ്യം അവരെ തൊടുവാൻ, രോഗികളെ സൗഖ്യമാകുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധമാകുന്ന വീര്യപ്രവർത്തികളും ഇന്ന് രാത്രികാലം വെളിപ്പെടുവാൻ. ഒരിക്കൽ ഗദയോൻ ഇങ്ങനെ ചോദിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാർ കണ്ട ദൈവത്തിന്റെ അത്ഭുതം എവിടെ? അത്ഭുതം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രികാലവും അത് തെളിവായി വെളിപ്പെടുന്ന രാത്രിയായി മാറും. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച്, നിങ്ങൾ പ്രയാസപ്പെടുന്ന വിഷയത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച്, നിങ്ങൾ രാത്രികാലം അതിന് പരിഹാരം വരുത്തുവാൻ ദൈവം വിശ്വസ്തനാകുന്ന ദൈവമാണ്. നിന്റെ ഭാരം എന്റെ മേൽ വെച്ചു കൊള്ളുക എന്ന് ഉലകത്തിലെ ഒരു മഹാന്മാരും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഉലകത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, നമ്മളോട് വാക്ക് പറഞ്ഞവൻ നമ്മുടെ മധ്യയിലുണ്ട്. എല്ലാ വേദനകളെയും എല്ലാ ഭാരങ്ങളെയും ഒരു നിമിഷം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രികാലം ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന റൂമിന്റെ അകത്ത് മൗനമായിരിക്കാതെ അന്യഭാഷകൾ മേൽ ചില മിനിറ്റുകൾ കർത്താവിന്റെ സ്നേഹിൽ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വലിയ ദൈവ പ്രവർത്തികളെ ഇന്ന് രാത്രികാലം അയക്കുവാൻ, കൂടി വന്ന ദൈവജനത്തെ, ദൈവദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കുവാൻ, തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം വലിയ അനുഗ്രഹമായി വരുവാൻ, കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിന്റെ മറവിൽ രാത്രികാലം ദൈവം നമ്മളെ മറയ്ക്കുവാൻ, കാലാവസ്ഥയെല്ലാം ദൈവം അനുകൂലമാക്കി ആമേൻ ജോയിൻ ചെയ്യുവാനുള്ള പ്രിയപ്പെട്ടവരെല്ലാം ജോയിൻ ചെയ്യുവാൻ, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾ നമ്മുടെ മധ്യയിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുവാൻ, ചില മിനിറ്റുകളെല്ലാം അവരുടെ മതങ്ങളെ തുറന്ന് ദൈവസ്ഥയിൽ പ്രാർത്ഥിച്ചാട്ടെ. നിരാശപ്പെട്ടു പോയിടത്ത്, വേദനപ്പെട്ടു പോയിടത്ത്, ദുഃഖിച്ച ഇടത്ത് നമുക്ക് വേണ്ടി ഇന്ന് രാത്രികാലം വഴികളെയും വാതിലുകളെയും തുറക്കുവാൻ, നിങ്ങൾ ആമേൻ ഭാവിസംബന്ധമായി വഴി അടഞ്ഞു നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രികാലം തുറക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം ഏൽപ്പിച്ച്, തലമുറയോർത്ത് ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാട്ടെ. നിങ്ങൾ ഏതെല്ലാം വിഷയങ്ങൾക്ക് നിലവിൽ ഭാരപ്പെടുന്നു അതിന്റെ അകത്തെല്ലാം ദൈവ
അസാധാരണമായ നമുക്ക് വേണ്ടി ഇന്ന് രാത്രികാലം ചലിക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് രാത്രികാലം എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ച് അവൻ ദൈവസേനയിൽ പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കർത്തൃദാസന്മാർ ഇന്ന് രാത്രികാലം ഞങ്ങളെ പ്രാർത്ഥനയിൽ സഹായിച്ചാട്ടെ. കർത്താവിന്റെ ദാസൻ റെജി ജോൺ പാസ്റ്ററും അതിനുശേഷം കർത്താവിന്റെ ദാസൻ ബേബി ടി എബ്രഹാം ബീഗ, കർത്താവിന്റെ ദാസൻ രണ്ടാം വിശുദ്ധന്മാർ ഇന്ന് രാത്രികാലത്തെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവസന്നിധിയിലും പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. കഴിഞ്ഞൊരു പകൽക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി കർത്താവേ. ഈ സന്ധ്യ മ്യൂട്ട് ചെയ്തിരിക്കാന്ന്. കേൾക്കാമോ പാസ്റ്ററേ? പാസ്റ്ററിന്റെ വോയിസ് കേൾക്കാമോ? പ്രാർത്ഥിച്ചു കേൾക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ് അപ്പച്ച. ഈ രാത്രി അനുഗ്രഹത്തിന്റെയും ദൈവപ്രവൃത്തിയുടെയും രാത്രിയായി മാറുന്നതിനാൽ നന്ദി പറയുന്ന കർത്താവേ. ഈ രാത്രി കർത്താവെ ശക്തമായി ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. അതിനായി ദൈവമേ ഞങ്ങളുടെ അഭിഷിക്തനോടൊന്ന് ബലപ്പെടുത്തിയ കർത്താവേ, വീണ്ടും അവിടെ സഹായിക്കണം, ശക്തീകരിക്കണം. ദൈവജനത്തെ ആരാധിപ്പാൻ, ആരാധനയിലേക്ക് നയിക്കുവാനും അതുപോലെ വചനത്തിൽ ഉറപ്പിക്കുവാനും വീണ്ടും കർത്താവ് ഞങ്ങളുടെ അഭിഷിക്തനോടൊന്ന് ബലപ്പെടുത്തണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ അടിയങ്ങളായിരിക്കുന്ന കർത്താവ്, ഈ രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കർത്താവെ, അങ്ങയുടെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അത് ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ക്കലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെ ആത്മാവിന് സന്ധിമച്ചുകളെ വേർപിടിക്കുന്നത് തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ശക്തമായി വെളിപ്പെടുവാൻ, അത് സൗഖ്യമായി വിടുതലായി ഈ ഡിവൈസുകൾ, വിവിധ ഡിവൈസുകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവ് ഈ പ്ലാറ്റ്ഫോമിലൂടെ വെളിപ്പെടുവാൻ സ്വർഗ്ഗം നിലയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെന്ന് കർത്താവെ. പരിശുദ്ധാത്മാവ് സകലോട് നിയന്ത്രിക്കുന്നതിനാൽ നന്ദി കർത്താവെ. നിങ്ങളുടെ മാറ്റമില്ലാത്ത വചനവുമായി ഞങ്ങളുടെ നിലവിൽ ശുശ്രൂഷിക്കുന്ന ദാസകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവോട് സഹായിക്കണം, ശക്തീകരിക്കണം, ദൈവകൃപയുടെ മറകളോട് മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരുമായ വിധമായിരിക്കുന്ന ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുവാനിടയാകാതെ വേണം പരിശുദ്ധാത്മാവ് സകലവും നിയന്ത്രിക്കുന്നതിനാൽ നന്ദി പറയുന്ന കർത്താവെ. അങ്ങയുടെ സാന്നിധ്യം പറഞ്ഞു ഞങ്ങളെ മറയ്ക്കും, മുദ്രവയ്ക്കും, സൂക്ഷിക്കും, പരിപാലിക്കും. പരിശുദ്ധാത്മാവ് സകലവും നിയന്ത്രിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസൻ ബേബി ടി എബ്രഹാം ദൈവദാസനെ പ്രാർത്ഥനയെ സഹായിച്ചു.
പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയായിട്ട് ദൈവത്തിന്റെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം ഇന്ന് രാത്രികാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. രഘുബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയുടെ നല്ല രാത്രിക്കായി കർത്താവിന് നന്ദി പറയുന്നു. വളരെ തിരക്കുകൾക്ക് നടുവിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വലിയ അവസരത്തെ ഓർത്ത് കർത്താവിന് വിശേഷാൽ ഇന്ന് രാത്രിക്കാലം നന്ദി അർപ്പിക്കുന്നു. കൂടി വന്ന എല്ലാ ദൈവജനത്തിനും വിശേഷാൽ കർത്താവിന്റെ ദാസൻ റെജി ജോൺ പാസ്റ്റർ, കർത്താവിന്റെ ദാസൻ ബേബി പി എബ്രഹാം, കർത്താവിന്റെ ദാസൻ ചന്ദ്രൻ ചെമ്മയത്ത്, അതോടൊപ്പം തന്നെ കർത്താവിന്റെ ദാസൻ ഷിജിവിയാർ, എല്ലാ ദൈവദാസന്മാരും ദൈവദാസന്മാർക്കും വീണ്ടും വരുന്നവനാകുന്ന യേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെയും സ്നേഹത്തെയും ഇത്തരണത്തെ രേഖപ്പെടുത്തുന്ന കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 7 ദിനക്കാല ഉപവാസ പ്രാർത്ഥന ആമേൻ സ്വതന്ത്രം കടന്നുപോയി. ആമേൻ വളരെ അനുഗ്രഹത്തോടുകൂടെ തന്നെ ആ മീറ്റിംഗിന്റെ അകത്ത് വലിയ ദൈവ സാന്നിധ്യം ചലിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അവസരങ്ങളെ ഒരുക്കിയല്ലോ. 7-ാം ദിനം രാത്രി ആമേൻ സ്വതന്ത്രം കർത്താവിന്റെ ദാസൻ എബിൻ ജോർജ് പാസ്റ്റർ ശുശ്രൂഷ കഴിഞ്ഞ് ആമേൻ ഒത്തിരി പേര് പെട്ടെന്ന് ലീവായി പോയവർക്ക് ഭയങ്കരമാകുന്ന നഷ്ടമുണ്ടായി. കാരണം അത് കഴിഞ്ഞ് ആ മീറ്റിംഗിന്റെ അകത്ത് അസാധാരണമാകുന്ന ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. അതിനുശേഷമായി 10:45 വരെയുള്ള സമയം ശക്തമായി പ്രാർത്ഥനകൾക്കകത്ത് ആമേൻ കയറുവാനും ശക്തമായ പ്രവാചക ശബ്ദങ്ങൾ ദൈവ സാന്നിധ്യം വേണ്ടുവോളം അനുഭവിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് കരുണ കാണിച്ചു. ഇന്ന് രാത്രികാലം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ ആത്മാവ് വലിയ കാര്യങ്ങൾ നമ്മുടെ മധ്യയിൽ ചെയ്തെടുക്കുവാൻ ദൈവം വിശ്വസ്തനാകുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ കർത്താവിന് ഇന്ന് രാത്രികാലം മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രികാലം ഒരിക്കൽ കൂടി ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. കാലാവസ്ഥയുടേതായ അല്പമാകുന്ന പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് നെറ്റിൻ്റെതായ അല്പം പ്രശ്നമുണ്ട്. ആമേൻ ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗ് ലൈവായി ആമേൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും അതിലേക്ക് ആമേൻ സഹോദരൻ കണക്ട് ചെയ്ത് കർത്താവിന്റെ ദാസ സുലു ശങ്കരനോടുള്ള നന്ദി സ്നേഹത്തെയും വിതരണത്തെ രേഖപ്പെടുത്തുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഒരു ആമേൻ ചെറിയ കൂട്ടമാണെങ്കിലും ആ കൂട്ടത്തിന്റെ അകത്തെല്ലാം കർത്താവിനാൽ വിവിധ നിലയിൽ നിലവാരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമാണല്ലോ നമ്മുടെ മധ്യയില് ആമേൻ ആയിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ തികഞ്ഞ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധത്തോടു കൂടെ തന്നെ നമുക്ക് ദൈവസേനയിലായിരിക്കാം. തുടർന്ന് ജൂൺ മാസത്തിൽ നമുക്ക് 40 ദിനക്കാല ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. ആമേൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി വരുന്ന പക്ഷം ആമേൻ 40 ദിവസവും 40 കർത്തൃദാസന്മാരെ ആമേൻ നമ്മുടെ മധ്യയിൽ ശുശ്രൂഷിക്കണമെന്നാണ് വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ കർത്താവിന്റെ സേനയിലായിരിക്കുന്നത്. അതിനുവേണ്ടി കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി നീതിയോടെ ചലിച്ചാൽ, കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെട്ടാൽ ആമേൻ നമ്മുടെ മധ്യയില് അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാർ ആമേൻ കടന്നു വരികയും ശുശ്രൂഷിക്കുകയും ചെയ്യും. വളരെ പ്രാർത്ഥന അതിന്റെ പിന്നിൽ ആമേൻ വേണം. നമ്മുടെ ദേശം, നമ്മുടെ പട്ടണം, നമ്മുടെ രാജ്യങ്ങളിലെല്ലാം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആത്മീയമാകുന്ന ഉണർവിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തണം. ഉണർവ് വെളിപ്പെടുന്നത് വചനത്താലാണ്. അതിന്റെ പിന്നിൽ ശക്തമായ പ്രാർത്ഥനയുണ്ടെങ്കിൽ ആമേൻ സ്വതന്ത്രം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് വരെ ഇല്ലാത്ത ദൈവപ്രവർത്തികളെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യയിൽ ചെയ്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ആമേൻ ദൈവാത്മാവിൽ ഞാൻ ഇന്ന് രാത്രികാലം കഴിഞ്ഞ ദിവസം ചിന്തിച്ച വചനത്തിന്റെ ബാക്കി ഭാഗം ചിന്തിപ്പാൻ കർത്താവിന്റെ ആത്മാവിൽ ശരണപ്പെടുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ ആമേൻ സ്വതന്ത്രം 12-ാമത്തെ തിരുവെഴുത്ത് ഒരാൾക്ക് ആമേൻ അൺമ്യൂട്ട് ചെയ്ത് വായിക്കാമല്ലോ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. കഴിഞ്ഞതിന്റെ മുമ്പിൽ നടന്ന കാര്യങ്ങൾ ചിന്തിച്ചുവെങ്കിൽ തന്നെയും സമയത്തിന്റെ പരിമിതി മൂലം പാതി വഴിക്കകത്ത് നമ്മുടെ മെസ്സേജ് നിർത്തുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം ആമേൻ സ്വതന്ത്രം നമ്മൾ വളരെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിപ്പാനായിട്ട് ഇടയായി തീരും. അപ്പോസ്തലനാകുന്ന യാക്കോബ് തന്റെ ലേഖനത്തിന്റെ അകത്ത് വിശ്വാസത്തിന് ആധാരമാക്കി പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർവ്യാജമെന്ന് യേശുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യാക്കോബ് അവിടെ ആമേൻ രേഖപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരുന്നു. കർത്താവിന്റെ ദാസൻ ഉല്ലാസ്, അതോടൊപ്പം തന്നെ കർത്താവിന്റെ ദാസൻ
സന്തോഷ്. കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ യാക്കോബിന്റെ ജീവിതത്തിന്റെ അകത്ത് യാക്കോബ് വളരെ ആധികാരികമായിട്ട് രേഖപ്പെടുത്തും നമ്മുടെ വിശ്വാസത്തെ പ്രവർത്തികൾക്ക് അകത്തളത്തിൽ തെളിയിക്കണം. എപ്പോഴാണ് നമ്മുടെ വിശ്വാസത്തെ തെളിയിക്കേണ്ടത്? സ്തോത്രം, പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രതികൂല മേഖലകൾക്ക് അകത്തളത്തിൽ മാത്രമേ നമ്മുടെ അകത്തുള്ള ആത്മമനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ തെളിയിക്കുവാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നിശ്ചയമായി പറയട്ടെ, ചില പ്രതികൂലങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത് നല്ലതാണ്, ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ അകത്തുള്ള വിശ്വാസം എങ്ങനെ ഇരിക്കുന്നുവെന്ന് നാം ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. 5 വിധമാകുന്ന പരീക്ഷയെ പറ്റിയാണല്ലോ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത്. ഒന്ന്, ദൈവം നമ്മളെ പരീക്ഷിക്കും, പക്ഷെ ദൈവം ഒരു ദോഷത്താൽ നമ്മളെ പരീക്ഷിക്കത്തില്ല. സുശീലാന്റിക്ക് ദൈവം ഒരു ദോഷം ചെയ്ത്, അല്ലെങ്കിൽ ദൈവം ഒരു തകർച്ച തന്ന്, ദൈവം ഒരു രോഗം തന്ന് ദൈവം ഒരിക്കലും പരീക്ഷിക്കത്തില്ല. ഒരു മനുഷ്യനെയും, ഉലകത്തിന്റെ ഒരു മനുഷ്യനെയും സ്തോത്രം, ദൈവം ദോഷങ്ങളാണ് ദൈവം പരീക്ഷിക്കുന്ന ദൈവമല്ല. അപ്പോൾ തന്നെ ദൈവം ഒരു മനുഷ്യനെ സെലക്ട് ചെയ്യുമ്പോൾ ദൈവം അവനെ പരീക്ഷിക്കും, അത് നിശ്ചയം തന്നെ. രണ്ടാമത്തെ പരീക്ഷയാണ് സാത്താൻ നമ്മളെ പരീക്ഷിക്കും. സാത്താൻ നമ്മളെ പരീക്ഷിക്കുമ്പോൾ അവന്റെ അകത്തുള്ള സൂസനാന്റി, അവന്റെ അകത്തുള്ള സകലവിധമാകുന്ന ആയുധങ്ങളും എടുത്തുകൊണ്ടായിരിക്കും സാത്താന്റെ പരീക്ഷകൾ ജീവിതത്തിന്റെ അകത്തലത്തിലേക്ക് കടന്നു വരുന്നത്. ഏതെല്ലാം നിലവാരത്തിൽ സ്തോത്രം നമ്മളെ പ്രയാസപ്പെടുത്താവോ, ബുദ്ധിമുട്ടിക്കാവോ, രോഗം കൊണ്ടുവരാവോ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിന്റെ മേഖലകൾ, സൂക്ഷ്മ മേഖലകളിൽ നാം ആയിരിക്കുന്ന ഏതെല്ലാം മേഖലകൾക്ക് നടുവിൽ നമുക്ക് വിരോധമായി എത്രയെല്ലാം പദ്ധതികൾ ഒരുക്കാവോ, അത്രയെല്ലാം പദ്ധതികൾ പൈശാചിക മണ്ഡലങ്ങൾ ഒരുക്കി നമ്മളെ പരീക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. മൂന്നാമത്തെ പരീക്ഷയാണ് മനുഷ്യർ നമ്മളെ പരീക്ഷിക്കും. നിന്റെ ദൈവം എവിടെയെന്ന് പലപ്പോഴും പലവിധമാകുന്ന വിഷയങ്ങൾക്ക് നടുവിൽ നമ്മുടെ വിശ്വാസമൊക്കെ ഉയർത്തിപ്പിടിച്ച് നാം പല കാര്യങ്ങൾ ധൈര്യത്തോടെ കൂടെ പ്രസ്താവിക്കുമ്പോൾ പല മനുഷ്യരും നമ്മളോട് ചോദിക്കും, ഇത്രയും നാളും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും നാൾ നിങ്ങൾ ആരാധിച്ചിട്ട്, ഇത്രയും നാൾ നിങ്ങൾ ശുശ്രൂഷിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് എന്തുണ്ടായി? ഇതിന് ഭേദം ഞങ്ങൾ തന്നെയാന്ന് പലപ്പോഴും പറയത്തക്ക നിലവാരത്തിൽ, അല്ലെങ്കിൽ മനുഷ്യൻ പല പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ പരീക്ഷിക്കും. 4, നാം പലപ്പോഴും ദൈവത്തെ പരീക്ഷിക്കാറുണ്ട്. സത്യമാണ്, പലവിധമാകുന്ന കാര്യങ്ങൾക്ക് നടുവിൽ പലവിധമാകുന്ന എഗ്രിമെന്റുകൾ ചെയ്ത് നാം പലപ്പോഴും ദൈവത്തെ പരീക്ഷിക്കാറുണ്ട്. 5ാമത്തെ പരീക്ഷയാണ് പൗലോസ് പറയുന്നു, നാം വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ, നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. അപ്പൊ 5 വിധമാകുന്ന പരീക്ഷകൾ ബൈബിളിന്റെ അകത്ത് കൊടുക്കുമ്പോൾ 5 വിധമാകുന്ന കിരീടങ്ങളെ പറ്റി പറയുന്നു. അപ്പൊ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്, അവൻ കൊള്ളാവുന്നവനായി തെളിയണം. എന്തിനാണ് ഒരു പരീക്ഷ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈവം കൊള്ളാവുന്നവനായി അടുത്തൊരു പ്രൊമോഷൻ നൽകി തന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ശുശ്രൂഷ തലത്തിൽ അടുത്തൊരു ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കടത്തിവിട്ടാനാണ് ചില പരീക്ഷകളും പരിശോധനകളെന്നും ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അവൻ എന്ത് ചെയ്യുന്നറിയാം? ജീവകിരീടം പ്രാപിക്കും. 5 വിധമാകുന്ന കിരീടങ്ങൾ: വാടാത്ത കിരീടം, പ്രശംസ കിരീടം, നീതിയുടെ കിരീടം, ജീവകിരീടം, തേജസ്സിന്റെ കിരീടം. സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ അകത്തളത്തിൽ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ച പരീക്ഷയുടെ വിവിധമാകുന്ന ഘട്ടത്തെ പറ്റി പഠിച്ചു. എന്നാൽ തിരുവഴുത്ത് എനിക്ക് പ്രകാശിച്ചു തന്ന ഒരു വ്യക്തിയെ പറ്റി മാത്രം ഇന്ന് രാത്രികാലം ചിന്തിപ്പാൻ കർത്താവിന്റെ ആത്മാവിൽ ശരണപ്പെടുകയാണ്. ആ വ്യക്തി മറ്റാരുമില്ല, കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച വ്യക്തി തന്നെയാണ് ഇയ്യോബ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ. ബൈബിളിലെ 19ാമത്തെ അധ്യായമാകുന്ന ഇയ്യോബ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ, അബ്രഹാമിന്റെ സമകാലികനായിട്ട് ജനിച്ച് അവൻ ജീവിച്ച മനുഷ്യനാണ് ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ പ്രമാണമില്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ച്, പ്രമാണമില്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ചെങ്കിലും അവൻ ദൈവീയ വ്യവസ്ഥകളെ തന്റെ ജീവിതത്തിന്റെ അകത്തളത്തിൽ പാലിക്കുവാൻ അവൻ തയ്യാറാകുവാനായിട്ട്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ദൈവസേനയിൽ വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം എന്റെ 1-ാം വാക്യം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. മതി. അപ്പൊ നോക്കിക്കേ, പ്രമാണമില്ലാത്തൊരു കാലഘട്ടത്തിൽ പ്രമാണത്തിന് വേണ്ടി നിന്ന ഒരു മനുഷ്യനാണ് ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ. ഇനി ആ മനുഷ്യനെ പറ്റി പറയുന്നു, ദൈവം അനുവദിച്ച് ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ചില പരിശോധനകൾ, ചില പരീക്ഷകൾ കടന്നു വരികയാണ്. ഇന്ന് രാത്രികാലം നാം വിശ്വസിക്കുക, ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നും കടന്നു വരത്തില്ല. സ്തോത്രം പറഞ്ഞാട്ട് ജയ്മോളാന്റി അതൂതിനെ ഒന്ന് ഇന്ന് രാത്രികാലം സ്വീകരിച്ച്, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത്, നമ്മുടെ കുടുംബത്തിന്റെ അകത്ത്, നമ്മുടെ തലമുറയുടെ ലൈഫിന്റെ അകത്ത് ഒന്നും സംഭവിക്കത്തില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ നോക്കിക്കേ, ഇവിടെ നാം കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ഊസ് എന്ന ദേശത്ത് ഇയ്യോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവനെ പോലെ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, അവൻ ദോഷം വിട്ടകന്നവൻ. ഊസ് എന്ന ദേശത്ത് ആരുമില്ലെന്നല്ല പറഞ്ഞത്,
അവൻ ലോകത്തിൽ അല്ലെങ്കിൽ ഭൂലോകത്തിൽ ഒരു വ്യക്തി പോലുമില്ല. അപ്പൊ സാത്താൻ എന്ന് പറയുന്ന മേഖലകൾക്ക് നടുവിൽ ഒരു മേഖലകൾക്ക് നടുവിൽ കുടിയിരിക്കുന്നവനല്ല, മറിച്ച് അവൻ ഊടാടി സഞ്ചരിക്കുന്നവനാണ്. അവൻ സർവശക്തനല്ല, അവൻ സർവവ്യാപിയല്ല. സ്തോത്രം പറഞ്ഞാട്ടെ. സാത്താന്യ മണ്ഡലം സർവശക്തിയുള്ളതല്ല, സർവവ്യാപിയല്ല. സ്തോത്രം പറഞ്ഞാട്ടെ. സാത്താന്യ മണ്ഡലത്തിന് ശക്തിയുണ്ട്, പക്ഷേ നമ്മുടെ ദൈവം സർവശക്തനാകുന്ന ദൈവമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ആരാധന യോഗങ്ങൾക്കകത്ത്, പ്രാർത്ഥനാ യോഗങ്ങൾക്കകത്ത് സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ സാത്താന്യ മണ്ഡലങ്ങൾ തകരുന്നത് എന്ന് പറഞ്ഞാൽ സാത്താന്യ മണ്ഡലങ്ങൾക്ക് ബലമുണ്ട്, പക്ഷേ ദൈവജനത്തിനാണ് ദൈവീയമാകുന്ന അധികാരത്തെ പരിശുദ്ധാത്മാവ് നൽകി തന്നിരിക്കുന്നത്. ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ദിനക്കാലം ആത്മാവിൽ ഞാൻ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവികമാകുന്ന അധികാരത്തെ നാം തിരിച്ചറിയുക, ദൈവികമാകുന്ന അതോറിറ്റിയെ നാം തിരിച്ചറിയുക. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ അധികാരത്തിന്റെ അകത്തളത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ അധികാരത്തെ നാം തിരിച്ചറിഞ്ഞു വേണം നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ നാം ഒരു സാധാരണ വ്യക്തിയല്ല, നാം ഒരു അസാധാരണമാകുന്ന വ്യക്തിയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധാരണമാകുന്ന ഒരു ദൈവം നമ്മുടെ അകത്ത് അവൻ കുടികൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഇങ്ങനെയാണ്: അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവവത്തനും ദോഷം വിട്ടകന്നവനും ഭൂമിയിൽ ആരുമില്ലെന്ന് യോബിനെ പറ്റി ആമൻ ഒരു സാക്ഷ്യം പറയുമ്പോൾ, ഈ തലമുറയിൽ നമ്മുടെ ജീവിതവും കൂടെ ഒന്ന് ആമൻ പരിശോധിച്ചു നോക്കി, പ്രസംഗിക്കുന്ന അനുപാസ്ത്ര ജീവിതവും കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കി. അതേപടി ആമേ സ്തോത്രം, സാത്താനും ദൈവവും ഒരുപോലെ സാക്ഷ്യം പറഞ്ഞ ഒരു വ്യക്തിയാണ് യോബ് എന്ന് പറയുന്ന വ്യക്തി. സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, പിശാച് സർവ്വവ്യാപിയല്ല, മറിച്ച് അവന്റെ അധികാര മേഖലകളുണ്ട്. വാഴ്ചകളായി, അധികാരങ്ങളായി, ഈ ലോകത്തിന്റെ അന്ധകാര മണ്ഡലങ്ങളായി, സ്വലോകത്തിലെ ദുഷ്ടാത്മസേനായി, വിവിധമാകുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ആമേൻ സ്തോത്രം ഒരുപക്ഷെ സാത്താന്യ മേഖലകൾക്ക് വിരോധമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ആമേൻ സ്തോത്രം. ദൈവജനം ആമേൻ ഒരു കാര്യം ഓർക്കുക, ദൈവമാണ് ആമേൻ സർവ്വവ്യാപിയായവൻ. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതൊക്കെയും അവൻ അറിയുന്ന ദൈവമാണ്. നമ്മുടെ നിരൂപണങ്ങളെ അവൻ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവമാണ്. നിന്റെ വേദന നിറഞ്ഞ അനുഭവത്തെ, സങ്കടം നിറഞ്ഞ അനുഭവത്തെ, ആമേൻ സ്തോത്രം, നിരാശപ്പെടുന്ന അനുഭവതലത്തെ നന്നായി അറിയുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇന്ന് രാത്രിക്കാലം നമ്മുടെ യാതനത്തിൽ നിന്ന് പുറപ്പെടുന്ന മാത്രം സാത്താന്യ മണ്ഡലങ്ങൾ അറിയുമ്പോൾ, ഇന്ന് രാത്രിക്കാലം നമ്മുടെ ഹൃദയത്തെ നന്നായി അറിയുന്ന ഒരു ദൈവത്തിന്റെ കരങ്ങളിൽ എത്ര നാം ആയിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരം തട്ടി ദൈവത്തിന്റെ രാത്രിക്കാലം മഹത്വം കൊടുത്താട്ടെ. ശന്തനാഥ ഘടക വൈഡൽ പ്രവിടല ഘടക സിയാരക ശന്തനെ ദൂരാമന രേബാനക സിയാരക ശന്തന. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാല ദൈവജനം സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ സംസാരിക്കണം. ദൈവജനം സംസാരിക്കുമ്പോൾ അവർ കേട്ട ദൈവീയ വാഗ്ദത്തങ്ങൾ സംസാരിക്കണം. നിരാശപ്പെടുന്ന വാക്കുകൾ നിങ്ങൾ സംസാരിക്കരുത്. ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങൾ സംസാരിക്കരുത്. ഇന്ന് രാത്രികാലം അവിശ്വാസമുള്ള വാക്കുകൾ നിങ്ങൾ സംസാരിക്കരുത്. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും പൈശാചിക മണ്ഡലത്തിന് തിരിച്ചറിയാൻ പറ്റത്തില്ല. മറിച്ച് ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. നമ്മുടെ ആമേൻ അതരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളെ പൈശാചിക മണ്ഡലം തിരിച്ചറിയുവാൻ പറ്റും. നല്ലൊരു ആമേൻ പറഞ്ഞാൽ ഒരിക്കൽ ഞാനൊരു പെൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നുപോയി. പെൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോകുമ്പോൾ ദുരാത്മ ശക്തികളൊക്കെയും മീറ്റിംഗിന്റെ അകത്ത് ഒത്തിരി വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വെളിപ്പെട്ട പുള്ളി സാധാരണ പുള്ളിയല്ല. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ആ മീറ്റിംഗിന്റെ അകത്ത് ഞാൻ പ്രാർത്ഥിക്കുവാൻ കടന്നുപോയ ഭവനത്തിന്റെ അകത്ത് ആമേ സോദരം, ആ പെൺകുഞ്ഞ് ആമേ സോദരൻ കാലിന്റെ മേലിലേക്ക് കാലൊക്കെ കയറ്റി വെച്ച് ആമേൻ ഒരു കൂസലില്ലാത്ത രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. സാധാരണ പൈശാചിക മണ്ഡലം വെളിപ്പെടുമ്പോൾ അലറി നിലവിളിച്ച് ഭയഹേതുവായ മേഖലകളൊക്കെയും ആമൻ ഉടലെടുക്കുമെങ്കിലും ആമൻ ഈ പെങ്കൊച്ച് ആമൻ സാധാരണപ്പെട്ട ഒരു നിലവാരത്തിൽ ആമേ സ്വതം തന്നെക്കാൾ ആമേ സ്വതം വലിപ്പമുള്ള ആരുടെ മുന്നിലാണ് ഇരിക്കുന്നതിനുള്ള ലാഭകത്തിലാണ് ഈ ആമേ സ്വതം പെൺകുഞ്ഞിന്റെ മേൽ വ്യാപരിച്ച ദുരാത്മ ശക്തി ആമൻ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ശുശ്രൂഷയ്ക്കിടയ്ക്ക് ആമേ സ്വതം അത് എന്നോട് വിളിച്ചു പറഞ്ഞൊരു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. സാധാരണയല്ല, അവന്റെ ജ്ഞാനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. ആമേൻ. ഹിമത്തിന്റെ ഭണ്ഡാരം, അതോടൊപ്പം തന്നെ ആകാശത്തിലെ കാര്യങ്ങൾ, സ്വർഗത്തിലെ കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവന്റെ ജ്ഞാനത്തിന്റെ അകത്തുനിന്ന് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇത് സാധാരണ പുള്ളിയല്ല വന്നിരിക്കുന്നത്.
സ്വത്രം പറഞ്ഞാട്ടെ. ആ ദുരാത്മ ശക്തി അന്ന് വിളിച്ചു പറഞ്ഞത് എങ്ങനെയാണ്? ലോകമെമ്പാടും സെക്കൻഡിന്റെ അകത്ത് സഞ്ചരിക്കുന്ന എണ്ണയാണ് നീ പിടിച്ചു വെച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ പെങ്കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ലേ? എനിക്ക് എന്നെ നിനക്ക് സ്വർഗത്തിൽ കയറ്റാൻ പറ്റുമോ? പെട്ടെന്ന് അത് കല്ലുതുള്ളിട്ട് പറഞ്ഞു, ഇല്ല, എനിക്ക് എന്നെ ഒരിക്കലും നിനക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ദൈവം എന്നെ എന്നേക്കും വെട്ടി, അതുകൊണ്ട് ഞാൻ അവന് വിരോധമായി എന്നും പ്രവർത്തിച്ചിരിക്കും. സ്വത്രം പറഞ്ഞാട്ടെ. അവൻ ഈ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞ എന്റെ അകത്ത് അഗാധമാകുന്ന ഭയം കയറി വന്നു. ഇതിനോട് പ്രാർത്ഥിക്കുവാൻ വല്ലാതെ ഭയം കയറി വന്നു. ആറ്റ്മോസ്ഫിയർ മൊത്തം ഭയപ്പെടുന്ന അന്തരീക്ഷം കടന്നു വന്നു. ആ സമയത്താണ് ദുരാത്മശക്തി ഇങ്ങനെ പറഞ്ഞത്, സഹോദരൻ, നിന്റെ പിതാവ് 3 പേരോട് കൂടെ തന്നെ വാഗമണ്ണിൽ ഇന്ന കടയുടെ മുന്നിൽ ഇരിപ്പുണ്ട്. ഞാൻ അവിടെ നിന്ന് പപ്പായ വിളിക്കുന്നു. പപ്പായ എവിടെയാ? വാഗമണ്ണിൽ. ഏത് കടയുടെ മുന്നിൽ? ആരൊക്കെ ഉണ്ട്? ഞങ്ങൾ 3 പേരുണ്ട്. അവൻ ഇതെല്ലാം പറഞ്ഞപ്പോ ഒന്നും കൂടെ എന്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളും മാറി. സ്വത്രം പറഞ്ഞാട്ടെ. ആ ദുരാത്മശക്തി പറഞ്ഞു, നിന്റെ അകത്തളത്തിലെ ഭയം എനിക്കറിയാം, ഇനി ഞാൻ പോകത്തില്ല എന്ന് ശക്തമായി പറഞ്ഞു. പക്ഷെ എന്റെ അകത്ത് അവിടെ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അകത്തലത്തിൽ യോഗം തന്നു. അന്യഭാഷ പറയാൻ പറഞ്ഞു. സ്വത്രം പറഞ്ഞാട്ടെ. അന്യഭാഷ പറയാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് ഞാൻ അന്യഭാഷ പറയുവാനായിട്ട് തുടങ്ങി. അന്യഭാഷ പറഞ്ഞു തുടങ്ങിയപ്പോൾ ദുരാത്മ ശക്തി അല്ലെങ്കിൽ ലൂസിഫർ, അവൻ യഥാർത്ഥമാകുന്ന വൈശാചിക മണ്ഡലം, അവൻ എന്റെ വാക്കുകളെ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, ലോകത്തിലെ എല്ലാ ഭാഷകളും എനിക്കറിയാം, എല്ലാ ഭാഷകളും അറിയാം, പക്ഷെ നീ പറയുന്ന ഭാഷ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ ഭാഷ പറയരുത്. ഈ ഭാഷ പറയുമ്പോൾ നിന്റെ അകത്തളത്തിൽ ശക്തി വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രികാലം നമ്മുടെ അതരത്തിന്മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി 1-2 വാക്കാളിലും പൈശാചിക മണ്ഡലത്തിന് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് രാത്രികാലം പറയട്ടെ, അത് ആലറി നിലവിളിച്ച് ആ കുഞ്ഞിന്റെ ശരീരമണ്ഡലം വിട്ടുമാറുവാനായിട്ട് ചേർന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവമക്കളെ ആദരത്തിന്റെ അകത്തുനിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കിന്റെ അകത്തും ചലിക്കുന്ന ദൈവീയമാകുന്ന അധികാരത്തിന്റെ തലങ്ങളുണ്ട്. വിശ്വസിക്കുന്നവർ കരം തട്ടി ഇന്ന് രാത്രികാലം മഹത്വം കൊടുത്ത്, ഈ തലമുറയിൽ കർത്താവിന് നിന്നെ വേണം. ഈ തലമുറയിൽ നിന്റെ കുടുംബത്തെ ദൈവത്തിന് വേണം. നിന്റെ തലമുറയെ കർത്താവിന് വേണം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി. ചില പൈശാചികമാകുന്ന ആധിപത്യങ്ങളെ ഉടച്ചു കളയുവാൻ ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർ കരം തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്ത്, ഇന്ന് രാത്രികാലം എനിക്ക് അറിയാമെന്ന് പറയുന്നത് പോലെ ഇന്ന് രാത്രികാലം സാത്താന്യ മണ്ഡലങ്ങൾ നിന്നെ തിരിച്ചറിയുന്ന ഒരു സീസൺ ഒരുക്കപ്പെടാൻ പോവാന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. കരം തട്ടി ഇന്ന് രാത്രികാലം ദൈവത്തെ ഇന്ന് രാത്രികാലം ഒരുമിച്ച് ആരാധിച്ച് ഉടമനരകതൽ കമനഘടക സിയാരക ശബ്ദന വൈഡന ദാനക സിയാരക ശബ്ദന ആമേ സ്വത ശിശ ശൈനിമോൾ ദൈവദാസി ആത്മാവ് ദൂത് കൈമാറുന്നു. ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു കേട്ടോ. ചില സാത്താന്യ പദ്ധതികളെ നിന്നിലൂടെ പൊളിച്ചു കളഞ്ഞ് അവന്റെ ആധിപത്യങ്ങളെ ചീട്ടുകൊട്ടാരം പോലെ തകർത്ത് കളഞ്ഞ് നാളെ വരെ നീ അനുഭവിക്കാത്ത വേദനയിൽ കൂടി കടന്നുപോയി. യോസഫിന്റെ അകത്തളത്തിൽ ഇട്ടിരിക്കുന്ന ഒരു ദർശനം അവന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിന്റെ അകത്ത് ഒറ്റപ്പെടുത്തി. എന്നാൽ ദൈവം നിന്റെ അകത്തിട്ടിരിക്കുന്ന ദർശനമുണ്ടല്ലോ, അതിനെ തകർത്ത് കളയുവാൻ പൈശാചിക മണ്ഡലത്തിന് കഴിയത്തില്ല. പൗലോസിനെ ഞങ്ങൾക്കറിയാം, പരിചയമുണ്ടെന്ന് സാത്താന്യ മണ്ഡലം പറഞ്ഞെങ്കിൽ വരും നാളുകൾ ദൈവദാസിയെ നിന്റെ അകത്തളത്തിൽ ചലിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ചില വ്യക്തികളെ മാത്രമല്ല, ചില കുടുംബങ്ങളെ വിടുവിക്കത്തക്ക നിലവാരത്തിൽ, ചില സുഹൃബന്ധത്തിലുള്ളവരെ പുറത്തെടുക്കത്തക്ക നിലവാരത്തിൽ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവീയമാകുന്ന അഭിഷേകത്തിനെയാണ് അത് ശക്തമായി വെളിപ്പെടാൻ പോവാന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് കൈമാറുന്നു. വിശ്വസിക്കുന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്താൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രികാലം വിശ്വസിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, അവനെ പോലെ നിഷ്കളങ്കൻ, അവനെ പോലെ നേരുള്ളവൻ, അവനെ പോലെ ദോഷം വിട്ടകന്നവൻ ഭൂമിയിൽ ആരുമില്ലെന്ന് സാത്താൻ പറഞ്ഞു. അപ്പൊ ദോഷം ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിട്ട് യോബ് ആ ദോഷത്തിൽ നിന്ന് വിട്ടകന്ന് നിന്നുവെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവാരോടൊക്കെ പറയുന്നു. ചില ദോഷത്തിന്റെ അകത്ത് എന്നെയും നിന്നെ ഒതുക്കി കളയുവാൻ പൈശാചിക മണ്ഡലങ്ങൾ വാദിച്ചെഴുന്നേൽക്കുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ഞാൻ ദൂത് കൈമാറുന്നു. ചിലതിനെ വിട്ടോടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം നമ്മുടെ മേൽ അധികമായി കൃപകളെ നൽകി തരുന്ന രാത്രിയായി ഇന്ന് രാത്രികാലം മാറട്ടെ. വിശ്വസിക്കുന്നവർ കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. Praise the Lord. Praise the Lord. 4 വിധമാകുന്ന കാര്യങ്ങൾ: നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകന്നവൻ. സ്തോത്രം പറഞ്ഞാട്ടെ. ആ മനുഷ്യന് ദൈവം 7000 ആട് 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയും ഒക്കെ കൊടുത്തു. സ്തോത്രം പറഞ്ഞാട്ടെ. അവന് വളരെ ദാസന്മാരുണ്ടായിരുന്നു, മൃഗസമ്പത്തുകൾ ഉണ്ടായിരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. 1-ാം അധ്യായം 10-ാം വാക്യം കൂടെ വായിച്ചു. 1:10. യോബ് ദൈവഭക്തനായിരിക്കുന്നത് നീ അവനും അവന്റെ വീട്ടിലും ഉള്ളത് സകലത്തിനും
ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. അപ്പൊ നോക്കിയേ, യോബിനെ പറ്റി സാത്താന്യ മണ്ഡലം പറയുന്ന ഒരു കാര്യമുണ്ട്. യോബ് വെറുതെയാണോ യോബ് ദൈവഭക്തനായിരിക്കുന്നത്? അതുകൊണ്ട് നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റി വേലി കെട്ടി സ്വോത്രം പറഞ്ഞാട്ടെ. യോബിനെ പറ്റി ദൈവദൂതന്മാരുടെ അടുക്കൽ ചെന്ന് സർവശക്തനാകുന്ന ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട്, എന്റെ ദാസനാകുന്ന യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചു എന്ന് സർവശക്തനാകുന്ന ദൈവം ചോദിക്കുക. ഇവിടെ ശ്രദ്ധിച്ച്, അവൻ നമ്മളെ പറ്റിയുള്ള ദൈവഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിന്റെ ആഴമേറിയ അർത്ഥപ്പാട് കണ്ടോ? എന്റെ മക്കളുടെ മേൽ നീ ദൃഷ്ടി വെക്കണ്ട. സ്വോത്രം പറ, സ്വോത്രം പറ. ദൈവം ചോദിക്കുക. എന്തിനാ ചോദിച്ചെന്നറിയാമോ? അവൻ ദൈവമൊരുക്കിയ പ്രൊട്ടക്ഷൻ, ദൈവമൊരുക്കിയ അതിരുകൾ, ദൈവമൊരുക്കിയ അതിര് കടന്ന് ഇവന് കടന്നു പോകുവാൻ സാധിക്കത്തില്ലെന്ന് ഇവനെ ഒന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ദൈവം ചോദിച്ചത്. സ്വോത്രം പറഞ്ഞാട്ട്, സ്വോത്രം പറഞ്ഞാട്ട്. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്വോത്രം അതിന്റെ അപ്പുറത്തോട്ട് സാത്താന്യ മണ്ഡലങ്ങൾക്ക് കടക്കാൻ പറ്റത്തില്ലെന്ന് സ്വോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിക്കല്ല സപ്ത സമുദ്രത്തിന്റെ പഞ്ചസാര മണല് കൊണ്ട് അതിർന്ന് ചെയ്യിച്ചതുപോലെ അബ്രഹാം നീഗാർ ദൈവദാസനെ ദൈവാത്മാവ് ഇന്ന് രാത്രിക്കാലം പ്രവചിക്കുന്നു. 2024 ദൈവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ചില യാതനകൾക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ജീവിതത്തിന്റെ അകത്ത് അലറി നിലവിളിച്ചു ഒത്തിരി രാത്രിയുടെ യാമങ്ങൾ, വേദനപ്പെട്ടു പോയ, നിരാശപ്പെട്ടു പോയ അനുഭവതലങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, യോബിനും അവന്റെ കുടുംബത്തിനും അവന്റെ സകലത്തിനും ചുറ്റും യോബ് പോലും അറിയാതെ ഒരു വേലി കെട്ടിയതുപോലെ ഇവിടം വരെ കടന്നു വരാം, ഇതിന്റെ അപ്പുറത്തോട്ട് കടക്കരുതെന്ന് ഈ നാളുകളിൽ ഞാൻ നിനക്ക് വേണ്ടി കൽപ്പിക്കുമെന്ന് ദൈവദാസനെ ആത്മാവ് തെളിവായി നിന്ന് കൈമാറും. വർഷങ്ങളായി കരയുന്ന ചില വിഷയങ്ങൾ, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ, വർഷങ്ങളായി വേദനപ്പെടുന്ന ചില വിഷയങ്ങൾ, അതിന്റെ അകത്തെല്ലാം ദൈവത്തിന്റെ കരം ദൈവദാസനെ നിങ്ങൾക്ക് വേണ്ടി നീതിയോടെ ഈ ദിവസങ്ങൾ വെളിപ്പെട്ടു വരുമെന്ന് ദൈവാത്മാവ് വ്യക്തമായി ആലോചന കൈമാറുന്നു. അടുത്ത ചില ദിവസങ്ങൾക്ക് അകത്തളത്തിൽ ചില ദൈവ പ്രവർത്തികൾ കുടുംബത്തിന്റെ അകത്തളത്തിൽ ശുശ്രൂഷയുടെ മേഖലകൾക്ക് നടുവിലേക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോവാന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുകയാണ്. സ്തോത്രം. ഇവിടെ നോക്കിക്കേ, സാത്താന്യ മണ്ഡലം പറയും നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. സ്വോത്രം പറഞ്ഞാട്ടെ, സ്വോത്രം പറഞ്ഞാട്ടെ. എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തിന്റെ വേലി, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ മേലുണ്ട്. ഒന്നാമത്തെ പ്രൊട്ടക്ഷൻ ആണ് ദൈവത്തിന്റെ വേലി. രണ്ടാമത്തെ പ്രൊട്ടക്ഷൻ ആണ് പുറപ്പാട് പുസ്തകത്തിന്റെ അകത്ത് കാണുന്ന കുഞ്ഞാടിന്റെ വലിയൊരു രക്തം അടയാളമായിരുന്ന ഭവനത്തിന്റെ അകത്ത് സംഹാരകൻ അടുത്തില്ല. മൂന്നാമത്തെ പ്രൊട്ടക്ഷൻ ആണ് ദൂതന്മാരുടെ കാവൽ. 91 സങ്കീർത്തനം വായിക്കുമ്പോൾ നിന്റെ കാല് കല്ലിനോട് തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ ദൂതന്മാരോട് കൽപ്പിക്കുക. നാലാമത്തെ പ്രൊട്ടക്ഷനാണ് സെഖര്യാവ് 2:5 കാണുന്നു, അവൻ നിനക്ക് ചുറ്റും തീവ്രതലായി വെളിപ്പെടും. ഇന്ന് രാത്രിക്കാലം വിശ്വസിക്കുന്നവർ കരം തട്ടി ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്ത് ഇന്ന് രാത്രിക്കാലം ചില ദൈവീയമാകുന്ന പ്രൊട്ടക്ഷൻ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ അകത്ത്, നമ്മുടെ തലമുറകൾക്കകത്ത് ഇന്ന് വരെ വെളിപ്പെടാത്ത ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിക്കാലം രക്തം ജയം അടയാളമായി വെളിപ്പെടട്ടെ. ഇന്ന് രാത്രിക്കാലം ഞാൻ ഇങ്ങനെയാ ദൂതിനെ കൈമാറ്റം ചെയ്യാൻ കേട്ടോ. 4 വിധമാകുന്ന പ്രൊട്ടക്ഷൻ. ഒന്ന്, അവൻ രക്തമടയാളമായിരുന്ന ഭവനത്തിന്റെ അകത്ത് എന്തുണ്ടായി? സംഹാരകൻ കേറിയില്ലെന്ന് നശിപ്പിക്കുവാൻ കടന്നു വന്ന വൈശാചിക മണ്ഡലങ്ങൾ, നിലവിളി ഉയർത്തുവാൻ കടന്നു വന്ന വെല്ലുവിളികൾ, അവൻ ഭവനത്തിന്റെ അകത്ത് അലറി നിലവിളിക്ക നിലവാരത്തിൽ കയറി വന്ന ആധിപത്യങ്ങൾ രക്തമടയാളമായിരുന്നതുകൊണ്ട് അവൻ ഭവനത്തിന്റെ അകത്ത് കയറാതെ വണ്ണം, വാഹനത്തെ തൊടാതെ വണ്ണം, തലമുറകളെ തൊടാതെ വണ്ണം ഒഴിഞ്ഞു മാറിയെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാകമാകുന്ന രക്തം ഇന്ന് രാത്രിക്കാലം ചില കുടുംബത്തിന്റെ അകത്തളത്തിലെല്ലാം ശക്തമായി വ്യാപരിക്കട്ടെ. ചില തലമുറകൾക്കകത്തെല്ലാം ശക്തമായി വ്യാപരിക്കട്ടെ. ലീലാമ തോമസ് ദൈവദാസി ആത്മാവ് ഇന്ന് രാത്രിക്കാലം ദൂത് കൈമാറുന്നു. സ്വരം ഭവനത്തിന്റെ അകത്ത്, കുടുംബത്തിന്റെ അകത്ത്, തലമുറകൾക്കകത്ത് വിവിധമാകുന്ന നിലവാരത്തിൽ യേശുവിന്റെ വലിയ രക്തം അടയാളമായിരുന്നു. നഷ്ടപ്പെടുത്തുവാൻ, അപായപ്പെടുത്തുവാൻ, തീർത്ത്
വിട്ടുകളയുവാൻ മരണമൊഴികൾ ചൊല്ലിയ ദിനങ്ങളുണ്ടെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. എന്നാൽ ഇന്ന് രാത്രിക്കാലം ആത്മാവിനോട് പറയുന്നു, അതിന്റെ നടുവിലെല്ലാം വിലയേറിയ ഒരു കുഞ്ഞാടിന്റെ രക്തം നിങ്ങൾക്ക് അനുഗ്രഹമായി, നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായി, നിങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹമായി വെളിപ്പെട്ടുവെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ശക്തമായി ഇടപെടുകയാ. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അല്പമാകുന്ന വേദനയിൽ കൂടി കടന്നുപോയെങ്കിലും ആരുടെയും പ്രാണനൊരു ദോഷം വരാതെ ദൈവനെ അറിയിക്കുന്ന ഒരു പ്രവചന ശബ്ദം ഇങ്ങനെയാ ദൈവദാസിയെ. ആമേൻ. പൗലോസ് സഞ്ചരിച്ച കപ്പലിന് അല്പമാകുന്ന ഛേദം വന്നു, സത്യമാണ്. നീന്തിയാണ് അക്കരെ കടന്നത്, സത്യമാണ്. പക്ഷെ പ്രാണന് ദോഷം വന്നില്ല. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. മാതാവേ, ദൈവാത്മാവ് പറയുന്നു, പ്രാണന് ദോഷം വന്നില്ല. നിങ്ങളുടെ പ്രാണന്, തലമുറയുടെ പ്രാണന് ദോഷം വന്നില്ല. ചിലതൊക്കെയും കടന്നു വന്ന് എന്തിനാണെന്നറിയാമോ? ചില പ്രാണനെതിരെ ആമേൻ എഴുതിവിട്ട മരണാസ്ത്രങ്ങളായിരുന്നു. എന്നാൽ അതിനൊന്നും ദോഷം വരാതെ വണ്ണം ദൈവത്തിന്റെ സൂക്ഷിപ്പിന്റെ അകത്ത്, ദൈവത്തിന്റെ പദ്ധതികൾക്കകത്ത് ദൈവം തന്നെ തലമുറകളെ ദൈവം മറച്ചുവല്ലോ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. രണ്ടാമത്തെ പ്രൊട്ടക്ഷനാണ് ദൈവത്തിന്റെ വേലി. മൂന്നാമത്തെ പ്രൊട്ടക്ഷനാണ് ദൈവദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, ഒരു ദൈവവേദനയിൽ കുറഞ്ഞത് 2 ദൂതന്മാരെങ്കിലും കാവലുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്ത് അതാ കോരശിനോട് പറഞ്ഞ്, കോരശേ, ദൈവത്തിന്റെ ദാസനെ, ഇന്ന് രാത്രിക്കാലം നിനക്ക് മുമ്പായി എന്റെ ദൂതനെ ഞാൻ നിനക്ക് മുമ്പായി അയക്കുക. എന്തിനാ? ദുർഘടങ്ങളെ നിരപ്പാക്കി, താമ്രവാദി ഇടിച്ച്, ഇരുപ്പൊടാമ്പലുകളെ തകർത്ത് വഴി നിനക്ക് അനുകൂലമാകേണ്ടതിന് ഇന്ന് രാത്രിക്കാലം ദുർഘടമാകുന്ന ഏതൊക്കെയോ പാതകളെ ദൈവം നിനക്ക് വേണ്ടി നിരപ്പാക്കാൻ പോവാന്ന് പറഞ്ഞാൽ എത്ര പേർ കരം തട്ടി ആ ദൂതനെ സ്വീകരിക്കുക? ഇന്ന് രാത്രിക്കാലം സൂര്യചന്ദ്രൻ ദൈവദാസിയെ ദുർഘടമാകുന്ന ചില മേഖലകളിൽ കൂടിയ നാളുകളായി നീ കടന്നുപോയത് ഒരു ശുശ്രൂഷ മേഖലകൾക്കകത്താ നീ സ്വന്തമായി തീർന്നതെങ്കിൽ തന്നെയോ, ജീവിക്കുന്നതെങ്കിൽ തന്നെയോ, ദൈവാത്മാവ് പറയുന്നു, ചില ദുർഘട മേഖലകൾ നിനക്ക് വിരോധമായി കടന്നു വന്നു. ഈ ദിവസങ്ങൾ ദൈവദാസി പ്രാർത്ഥിച്ചു, നിനക്ക് വേണ്ടി ചില വഴി അനുകൂലമാകേണ്ടതിന് അവൻ നിന്റെ കരം പിടിക്കുന്ന ദിവസങ്ങളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂതരെ കൈമാറ്റം ചെയ്യുന്നു. ഇവിടെ നാം വായിക്കുന്ന വചനത്തിന്റെ അകത്ത് കാണുന്ന ഇങ്ങനെയാണ്. ആമേശ്വരം ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ അവൻ തന്റെ ദൂതനെ ആമേശ്വരം നമുക്ക് മുമ്പായി അയക്കുന്ന ദൈവമാണ്. നാലാമത്തെ പ്രൊട്ടക്ഷൻ, അവൻ നമുക്ക് ചുറ്റും തീമതലായി വെളിപ്പെടും. ഇന്ന് രാത്രിക്കാലം നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇനി ഞാൻ ആ ദൂത് പറയുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ? ആ ദൂതിന്റെ യാഗം ഇനി യോബിന്റെ ഭവനത്തിന് ചുറ്റും ദൈവത്തിന്റെ വേലി. സ്വത്രം പറ. യോബിന്റെ നന്മകൾക്ക് ചുറ്റും ദൈവത്തിന്റെ വേലി, യോബിന്റെ തലമുറകൾക്ക് ചുറ്റും ദൈവത്തിന്റെ വേലി, യോബിന്റെ വാഹനത്തിന് ചുറ്റും ദൈവത്തിന്റെ വേലി. അതിന്റെ അർത്ഥം എന്താ? യോബിന് എവിടെയൊക്കെ വസ്തുവുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ വേലി വെളിപ്പെട്ടെന്ന് നല്ലൊരാമൻ പറഞ്ഞാട്ടെ. യോബിന് എവിടെയൊക്കെ വസ്തുവുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ വേലി വെളിപ്പെട്ടു. യോബിന്റെ തലമുറകൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അവിടെയെല്ലാം ദൈവത്തിന്റെ വേലി വെളിപ്പെട്ടു. യോബിന്റെ നന്മകൾ എവിടെയൊക്കെ മേഞ്ഞോ അവിടെയെല്ലാം ദൈവത്തിന്റെ വേലി വെളിപ്പെട്ടു. കരമടിച്ചുകൊണ്ട് ദൈവത്തിന് ഇന്ന് രാത്രിക്കാലം മഹത്വം കൊടുത്തേ. അതേ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഇന്ന് രാത്രിക്കാലം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയായി. ഇന്ന് രാത്രികാലം ദൈവീയമാകുന്ന പ്രൊട്ടക്ഷൻ വെളിപ്പെടട്ടെ. നിങ്ങളുടെ തലമുറകളായിരിക്കുന്ന പട്ടണങ്ങൾക്ക് നടുവിൽ, നിങ്ങളുടെ തലമുറകളായിരിക്കുന്ന ദേശങ്ങൾക്ക് നടുവിൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ വെളിപ്പെടട്ടെ. നിങ്ങളായിരിക്കുന്ന ശുശ്രൂഷയുടെ മേഖലകൾക്ക് നടുവിൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ വെളിപ്പെടട്ടെ. നിങ്ങളായിരിക്കുന്ന നിങ്ങളായിരിക്കുന്ന രാജ്യത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ വെളിപ്പെടട്ടെ. നിങ്ങളുടെ ആയിരിക്കുന്ന തലമുറകളായിരിക്കുന്ന രാജ്യത്തിന്റെ അകത്ത് ദൈവത്തിന്റെ വേലി വെളിപ്പെടട്ടെ. കരം തട്ടി ദൈവത്തെ ഇന്ന് രാത്രിക്കാലം ഒരുമിച്ച് ഈ രാത്രിക്കാലം മഹത്വം കൊടുത്താട്ടെ. അതേ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഇന്ന് രാത്രിക്കാലം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയായി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. യോബിനെ പറ്റി പറയുന്നു, വെറുതെയാണ് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നത്, നീ അവനെ ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. ഇന്ന് രാത്രിക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രിക്കാലം ഞാൻ ഒരു കാര്യം പറയാ, സാത്താൻ ചലഞ്ച് ചെയ്യുക, വേലി പൊളിക്കുവാൻ. എന്തിനു വേണ്ടി? നീ അവിശ്വാസം പറയുവാൻ, നീ ദൈവത്തെ തള്ളി പറയുവാൻ. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. ഇന്ന് രാത്രിക്കാലം ദൈവത്തിന് ഒരു കാര്യം അറിയാം. എന്റെ കുഞ്ഞ് എന്നെ തള്ളി നിന്ന് ദൈവത്തിന് ആഴമേറിയ വിശ്വാസമുണ്ട്. ഇന്ന് രാത്രിക്കാലം വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. 5-ാം വാക്യത്തിന്റെ അകത്ത് കാണുന്ന ഇങ്ങനെയാണ്. 5-ാം വാക്യം വായിച്ചു, 1:5. എന്നാൽ വിരുന്നാളുകൾ പട്ടം തികയുമ്പോൾ യോബ് പക്ഷേ തന്റെ പുത്രന്മാർ പാപം ചെയ്തു ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച്
അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇനി ഇയ്യോബ് യോബിന്റെ ജീവിതത്തിന്റെ അകത്ത് നോക്കി, തന്റെ 10 മക്കൾ, 7 ആൺമക്കളും 3 പെൺമക്കളും. ഇയ്യോബ് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എങ്ങനെയാ? എന്റെ മക്കൾ ദൈവത്തെ വിട്ടു പോകരുത്. സ്തോത്രം പറഞ്ഞാണ്, എന്റെ മക്കൾ ദൈവത്തെ വിട്ട് പോകരുത്. അത് ഇയ്യോബിന്റെ ജീവിതത്തിൽ നിർബന്ധമാ. അതിനുവേണ്ടി ആ മനുഷ്യൻ എന്താ ചെയ്തേ? നന്നാ രാവിലെ എഴുന്നേറ്റു. വിരുന്ന നാളിൽ വട്ടം തിരിയുമ്പോൾ തന്റെ മക്കൾ തന്നെ വിട്ട് പോകാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം പറയുന്നു, അവരുടെ സംഖ്യക്കൊത്തവണ്ണം യാഗം കഴിച്ചെന്ന്. സ്തോത്രം പറഞ്ഞാണ്, സ്തോത്രം പറഞ്ഞാണ്. ദൈവം നമുക്ക് തലമുറകളിൽ നൽകി തന്നപ്പോ, ദൈവം നമുക്ക് തലമുറകൾ നൽകി തന്നപ്പോ മാതാവിലും പിതാവിലും നിഷിദ്ധമാകുന്ന ഉത്തരവാദിത്തം എന്നാണ്, നമ്മുടെ മക്കൾ ദൈവത്തെ വിട്ടു പോകരുത്. അതിന് എന്താണ് യോബ് ചെയ്തത്? നന്നാ രാവിലെ എഴുന്നേറ്റു. സ്തോത്രം പറ. നന്നാ രാവിലെ എഴുന്നേറ്റു. നന്നാ രാവിലെ എഴുന്നേറ്റ് അവരെ സംഖ്യക്കൊത്തവണ്ണം യാഗം കഴിച്ചെന്ന്. സ്തോത്രം പറ. അപ്പൊ അവരുടെ സംഖ്യ എത്രയാ? 10 മൃഗങ്ങളെ അവൻ രാവിലെ യാഗം കഴിക്കണമെങ്കിൽ അവന്റെ ഭവനത്തിന്റെ അകത്ത് ഒന്ന് മനോഹരമാകുന്ന ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. സ്തോത്രം പറഞ്ഞാണ്ട് അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ അകത്ത് കാണുന്നു, അബ്രഹാമിന് മണിമാളികയൊന്നും കെട്ടിയില്ല, പക്ഷെ പോകുന്നിടത്തൊക്കെയും അദ്ദേഹം യാഗപീഠം അടിക്കുമായിരുന്നു. എന്താ യാഗപീഠത്തിന്റെ പ്രത്യേകത? അവിടെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒന്നാമത്തെ സ്ഥാനം. അവൻ അങ്ങനെ ചെയ്തപ്പോൾ അവന്റെ തലമുറ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറായി. ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ആമേൻ. തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്ന ഏതെങ്കിലും മാതാവോ പിതാവോ ഇന്ന് രാത്രിക്കാലം ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഇയ്യോബ് നിങ്ങളോട് വിളിച്ചു പറയുന്നു, നന്നാ രാവിലെ നിങ്ങൾ എഴുന്നേൽക്ക്. എന്തിനു വേണ്ടി? അവരെ സംഖ്യക്കൊത്തവണ്ണം യാഗം കഴിക്കുക, അല്ലെങ്കിൽ ദൈവസനയിൽ മുഴങ്കാൽ മടക്കുക, പ്രാർത്ഥിക്കുക. സ്തോത്രം പറഞ്ഞാട്ടെ. എന്തിനു വേണ്ടിയാ? ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ്, എന്റെ തലമുറയായിരിക്കുന്ന മേഖലകൾ അവർ ദൈവത്തെ വിട്ടു പോകരുത്. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയാ, ദൈവത്തെ വിട്ടുപോകാത്തൊരു തലമുറയാണെങ്കിൽ അവർ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുമെന്ന്, അവർ ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഇന്ന് രാത്രിക്കാലം ഞാൻ ആമേൻ സ്തോത്രം, നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയാ, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പുതിയ വഴികളും പുതിയ വാതിലുകളും ദൈവത്തിന്റെ ആത്മാവ് തുറന്നു കൊടുത്ത് നിങ്ങളുടെ തലമുറകളെ ദൈവം മാനിക്കുമെന്ന്. ഇന്ന് രാത്രിക്കാലം നിങ്ങൾ തലമുറകൾക്ക് വേണ്ടി കണ്ണീരൊടുക്കുന്നുവെങ്കിൽ, തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ ഇടിവിൽ നിൽക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം തലമുറ അനുഗ്രഹത്തിലേക്ക് കയറി വരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ എപ്പോഴും ആമേൻ പറയാറുള്ളതാണ്. എന്റെ മാതാവിനെ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്റെ പിതാവ് അത്രത്തോളം പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എന്റെ പിതാവ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് എന്റെ മാതാവ് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വിവാഹം കഴിയാത്ത മേഖലകൾക്ക് നടുവിൽ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് രാത്രി 12-1 മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോഴും എന്റെ മാതാവ് ആമേൻ ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ അവിടെ ആമേശ്വരം മാറിയിരുന്ന് മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ആമേശ്വരം ഞങ്ങൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തു, മീറ്റിംഗ് കഴിഞ്ഞല്ലോ, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ആമേശ്വരം ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴും അപ്പോഴും ഞങ്ങളുടെ മാതാവ് അവിടെ ഇരുന്ന് മുഴങ്കാൽ മടക്കി കരയുന്നത് ഞാൻ കാണാറുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞങ്ങൾ 2 ആൺമക്കളാണ്, 2 ആൺമക്കളും ശുശ്രൂഷയ്ക്കകത്താണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞങ്ങളൊക്കെ ഈ ലെവലിന്റെ അകത്തേക്ക് വന്നതിന്റെ പിന്നിൽ ഞങ്ങളുടെ മാതാവിന്റെ കണ്ണുനീരുണ്ടെന്ന് നല്ലൊരു ആമേൻ പറ. ഞങ്ങൾ അഭിമാനത്തോടു കൂടി അത് വിളിച്ചു പറയാ. എന്താണെന്നറിയാമോ? കരയുന്ന മാതാപിതാക്കളുണ്ടോ അവരുടെ തലമുറകൾ എങ്ങും കുഴഞ്ഞു പോകത്തില്ല. കരയുന്ന മാതാപിതാക്കളുണ്ടോ അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയാത്തത്. ഒരു ഹന്ന കരയാനുണ്ടെങ്കിൽ ഒരു ശൗമയില് പുറത്തു വരും. ആ ശൗമന്റെ പ്രത്യേകത ദാൻ മുതൽ ബേർശേവ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകൻ. ഇന്ന് രാത്രിക്കാലം അടയപ്പെട്ട മേഖലകൾക്ക് നടുവിൽ ഇന്ന് രാത്രിക്കാലം നിങ്ങൾ ആത്മാവിൽ നിങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാം. നിങ്ങളുടെ തലമുറകൾക്കുള്ള ഡെലിവറൻസുകൾ നിങ്ങളുടെ മക്കൾ ഇരിക്കൊണ്ട് അത് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. ദൈവം ഈ തലമുറയ്ക്കകത്ത് വലിയ കാര്യങ്ങളെ നിങ്ങൾ പ്രാർത്ഥന മുഖാന്തരം ചെയ്തെടുക്കുവാനായിട്ട് ഇടയായിത്തരും. യോബ് അതിന്റെ തെളിവാണ്. സ്തോത്രം പറഞ്ഞാൽ
അങ്ങനെ യോബിന്റെ ജീവിതത്തിന്റെ അകത്ത്, ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് കാണുന്നു, യോബിന്റെ ജീവിതത്തിന്റെ അകത്ത് ഇങ്ങനെ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകന്നവൻ, ഈ മനുഷ്യൻ ഒരു രാജാവിന് തുല്യമായി, യോബിന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ അകത്ത് കാണുന്നു, ഒരു രാജാവിന് തുല്യമായി വസിച്ചിരുന്ന മനുഷ്യന്, ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്തേക്ക് ദൈവം അനുവദിച്ചുള്ള ആമേൻ 3 ആമേൻ സ്വരം, ആമേൻ ദൈവം അനുവദിച്ചുള്ള ആമേൻ ചില പരിശോധനകൾ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. സോദരം. അപ്പൊ യോബിന്റെ ജീവിതത്തിൽ അവൻ നിഷ്കളങ്കനായിരുന്നു, അവൻ നേരുള്ളവനായിരുന്നു, അവൻ ദൈവഭക്തനായിരുന്നു, അവൻ ദോഷം വിട്ടകന്നവനായിരുന്നു, ദൈവത്തെ പരമാർത്ഥതയോടെ സേവിച്ചവനായിരുന്നു, ദൈവത്തെ ആരാധിക്കുന്നതിന് മടി കാണിക്കാത്തവനായിരുന്നു, ദൈവത്തിന് വേണ്ടി യാഗം കാണിക്കുന്നതിൽ ഒരു സോദരം ഊനവും ചെയ്യാത്തവനായിരുന്നു, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു. ഇത്രയും നമ്പർ 1 ആയ ഒരു വ്യക്തിയെ ആമൻ പിശാച് അവകാശമായി ചോദിച്ചപ്പോ തമ്പുരാൻ അവനെ വിട്ടുകൊടുത്തെന്ന്. സ്തോത്രം പറ, സ്തോത്രം പറ. തമ്പുരാൻ അവനെ വിട്ടുകൊടുത്തെന്ന്. തമ്പുരാൻ അവനെ വിട്ടുകൊടുത്തപ്പോൾ അവൻ നേരിടുന്ന പ്രതിസന്ധികൾക്ക് നടുവിൽ, നേരിടുന്ന പോരാട്ടങ്ങൾക്ക് നടുവിൽ, നേരിടുന്ന വെല്ലുവിളികൾക്ക് നടുവിൽ എന്തുണ്ടാകുമെന്നറിയാമോ? നാളുകളിൽ ദൈവഭക്തനായി നിന്ന് ഈ മനുഷ്യന്റെ ജീവിതത്തിന് നേരെ പലവിധമാകുന്ന ചോദ്യങ്ങൾ അവൻ കടന്നു വരുവാനിടയായി തരും. സ്തോത്രം പറഞ്ഞാട്ട് 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ കേട്ടോ. യേശുവിനോട് കൂടെ നടന്ന പത്രോസ് ധീരനായ മനുഷ്യനായിരുന്നു. എല്ലാ കാര്യത്തിനും ദൈവീയ കാര്യത്തിൽ മുൻപന്തിയിൽ നിന്ന മനുഷ്യനാ പത്രോസ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഇച്ചിരിയും കൂടെ പറഞ്ഞാൽ സ്വർഗീയമാകുന്ന ദൈവോത്തരൻ എന്ന വെളിപ്പാട് കിട്ടിയവനാ പത്രോസ്. സ്തോത്രം പറഞ്ഞാട്ടെ. പക്ഷെ പത്രോസിനെ ഒരിക്കൽ ആമേ സാത്താൻ ചോദിച്ചു. സ്തോത്രം. സാത്താൻ ചോദിച്ചു, ആ പുള്ളിയെ ഇങ്ങനെ കരത്തിൽ തരുമോന്ന് ചോദിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് പറഞ്ഞു, ശീമോനെ, ശീമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ മാറ്റിക്കളയേണ്ടതിന് അവൻ എന്നോട് കൽപ്പന ചോദിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ അതിനെ തടഞ്ഞു. എത്ര പേർ ദൈവത്തിന് മഹത്വം കൊടുക്കും? എത്ര പേർ മഹത്വം കൊടുക്കും എന്ന് പറഞ്ഞാൽ, ഗോതമ്പ് ആമേ സ്വതം മുറത്തിന്റെ അകത്തെടുത്ത് മാറ്റുമ്പോൾ അതൊരു കാറ്റിന്റെ ദിശയനുസരിച്ച് എങ്ങോ ആമേ ദൂരവേ പാറിപ്പോകുന്നത് പോലെ പത്രോസിനെ പാറ്റിക്കളയുവാൻ പിശാചിന് പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, പിശാചിന്റെ പദ്ധതികൾക്ക് വേണ്ടി അവനെ വിട്ടുകൊടുത്തില്ല. ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവ് ഞാൻ ദൂത് കൈമാറാ. സൂസൻ ആമേൻ സ്വതം ഐസക്ക്, ദൈവദാസി, നിന്നെ പാറ്റിക്കളയുവാൻ, നിന്റെ കുടുംബത്തെ പാറ്റിക്കളയുവാൻ, നിന്റെ തലമുറകളെ പാറ്റിക്കളയുവാൻ പിശാചിന് പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ ദൈവാത്മാവ് ഇന്ന് രാത്രിക്കാലം ദൂത് കൈമാറുന്നു, ദൈവം അത് വിട്ടുകൊടുത്തില്ല. നഷ്ടങ്ങൾ ഒത്തിരി കടന്നു വന്നു ദൈവദാസി. ആമേ സ്വതന്ത്രം. നിന്ന കപ്പലിന്റെ അകത്ത് നീന്തിയാണ് നീ മറകര കയറിയത്, സത്യമാണ്. പക്ഷെ ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവ് ഒരു ഉറപ്പ് തരുന്നു, നിന്നെയും നിന്റെ തലമുറകളെയും ചില മനുഷ്യന്റെ പല്ലിന് വിട്ടുകൊടുക്കാതെ, ശത്രുവിന്റെ പദ്ധതികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാത്ത ഒരു സർവശക്തനാകുന്ന ദൈവത്തിന്റെ സ്നേഹം കരമടിച്ചുകൊണ്ട് അത് ഊതിനെ ഒന്ന് സ്വീകരിച്ചേ. ഇന്ന് രാത്രിക്കാലം എത്ര പേര് അവൻ യൂതനെ അവൻ മനസ്സിലാക്കും? നമ്മൾ നമ്മുടെ വിശുദ്ധി കൊണ്ട് നിന്നതല്ലെന്ന്. സ്തോത്രം പറഞ്ഞാണ്ട് നമ്മൾ നമ്മുടെ പ്രാഗൽഭ്യം കൊണ്ട് നിന്നതല്ല ദൈവമക്കളെ. നമ്മളെ ചോദിച്ചു, എന്നാൽ ശത്രുവിനെ ദൈവം വിട്ടുകൊടുത്തില്ല. വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത് ആമേ ശത്രുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കാത്തൊരു ദൈവസ്നേഹം, ശത്രുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുക്കാത്തൊരു ദൈവസ്നേഹം വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ട് ഇന്ന് രാത്രിക്കാലം ഗോതമ്പ് പോലെ മാറ്റിക്കളയും. പിശാചിന് ഇഷ്ടമായിരുന്നു നിന്നെ പാറ്റുവാൻ, നിന്റെ കുടുംബത്തെ പാറ്റുവാൻ, നിന്റെ തലമുറകളെ പാറ്റുവാൻ, നിന്റെ മിനിസ്ട്രിക്കകത്ത് നിന്നെ പാറ്റിക്കളയുവാൻ പിശാചിന് ഇഷ്ടമായിരുന്നു. ഇന്ന് രാത്രിക്കാലം ദൂതനെ കരമടിച്ച് സ്വീകരിച്ചു. എന്റെ ദൈവം ഈ സമയം വരെ നിന്നെ വീട്ടിൽ കൊടുത്തിട്ടില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്നവർ കർത്താവിന്റെ മഹത്വം കൊടുത്ത് കർത്താവിന്റെ ദാസൻ അനിൽ ജോർജ് പാസ്റ്റർക്ക് വന്ദനം പറയുന്നു. ആമൻ. ഇന്ന് രാത്രികാലം ജോസ് അഗസ്റ്റിൻ പാസ്റ്റർക്ക് വന്ദനം പറയുന്നു. ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസൻ രാജേഷ് ജോസഫ്, അവൻ എന്റെ സഭയിലെ ദൈവദാസനാണ്, കർത്താവിന്റെ ദാസന്റെ വന്ദനം പറയുന്നു. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രികാലം പിശാചിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കാത്തൊരു സ്നേഹമുണ്ട് കേട്ടോ. നമ്മുടെ
കുടുംബത്തെ വിട്ടുകൊടുക്കാത്ത ഒരു സ്നേഹമുണ്ട് കേട്ടോ. ദേശികോശി ദൈവദാസി ആ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തു. അതെ, പിശാചിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ വിട്ടുകൊടുത്തില്ല. അല്പമാകുന്ന പ്രയാസങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടായി, സത്യമാണ്. എന്നാൽ ദൈവാത്മാവനോട് പറയുന്നു, 73 സങ്കീർത്തനത്തിൽ ആസാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് അവൻ നിന്നെ കൈക്കൊള്ളും. നിങ്ങളുടെ കുടുംബത്തെ ഒരു മഹത്വത്തിലേക്ക് ദൈവാത്മാവ് കൈക്കൊള്ളാൻ പോകുക കേട്ടോ. പണ്ടുള്ളവയെ ഓർക്കേണ്ട, മുൻപുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട. ഇടക്കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സംഭവിച്ചത്, സ്റ്റക്കായി പോയത്, അവൻ പ്രവർത്തനരഹിതമായതിനെ ഓർത്ത് അവൻ പുതിയതൊന്നും ചെയ്യാൻ പോവാന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. വിശ്വസിക്കുന്നവർ കരം തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിക്കാലം ഞാൻ ഇങ്ങനെ ദൂത് കൈമാറാം. കർത്താവിന്റെ ദാസൻ ബേബി പി എബ്രഹാം ദൈവദാസനെയും ചോദിച്ചു കാണും, അനിപ്പാശ്രയും ചോദിച്ചു കാണും. സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന്റെ ദാസൻ റെജി ജോൺ പാശ്രയും ചോദിച്ചു കാണും. കർത്താവിന്റെ ദാസൻ ഷോലച്ചാനെയും ചോദിച്ചു കാണും. കർത്താവിന്റെ ദാസൻ അനിൽ പാശ്രയും ചോദിച്ചു കാണും. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, നമ്മളെ വിട്ടുകൊടുത്തില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. പിശാചിന്റെ പദ്ധതികൾക്ക് വേണ്ടി നമ്മളെ വിട്ടുകൊടുത്തില്ല. നമ്മളെ വിട്ടുകൊടുക്കാത്ത ഒരു സ്നേഹമുണ്ട് കേട്ടോ. എമിലിൻ ദൈവദാസി ആ ദൂതനെ ഒന്ന് സ്വീകരിച്ച് നിങ്ങളെ വിട്ടുകൊടുക്കാത്ത ഒരു ദൈവ സ്നേഹമുണ്ട് കേട്ടോ. കോഴി തന്റെ കുഞ്ഞിനെ ചിറകടിയിൽ മറച്ചതുപോലെ നിങ്ങൾ പോലും അറിയാതെ ദൈവീയമാകുന്ന കവറേജിന്റെ അകത്ത്, ദൈവീയമാകുന്ന പ്രൊട്ടക്ഷന്റെ അകത്ത് സർവശക്തനാകുന്ന ദൈവം നിങ്ങളെ മറച്ചു വെച്ചിരിക്കുക. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൂതിനെ ഒന്ന് ഇന്ന് രാത്രിക്കാലം ദൈവദാസി ഒന്ന് സ്വീകരിച്ച് ആ ദൂത് പറയുമ്പോൾ യശയ്യാവ് 28 തോന്നുന്നു, അവൻ ഒരു ദൂത് ഇങ്ങനെ കിടപ്പുണ്ട് ഇസ്രായേലിനെ പറ്റി. അവൻ പട്ടണ പടിവാതിക്കൽ വെച്ച് അവൻ പടയെ മടക്കി അയക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവനോട് ദൂത് കൈമാറുന്നു. പട്ടണ പടിവാതിക്കൽ വെച്ച് അവൻ പടം നിനക്ക് വിരോധമായി കടന്നു വരുമ്പോൾ, പടം നിന്റെ കുടുംബത്തിന് വിരോധമായി കടന്നു വരുമ്പോൾ, നിനക്കാത്ത നാളുകൾക്കകത്ത് നിങ്ങളുടെ ജീവിതത്തിന് നാശം വിതയ്ക്കത്തക്ക നിലവാരത്തിൽ പട കടന്നു വരുമ്പോൾ പടയെ മടക്കി അയക്കുന്ന ഒരു അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. ഇന്ന് രാത്രിക്കാലം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരമടിച്ചുകൊണ്ട് ആ ദൂതിനെ ഒന്ന് സ്വീകരിച്ചാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. നാം എല്ലാവരും കണ്ടതാണ് അയഡ്രോം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇസ്രായേലിന്റെ ആകാശമണ്ഡലത്തിന്റെ അകത്ത് പ്രവർത്തിക്കുന്നത്. ശത്രു രാജ്യത്തിന്റെ മിസൈലുകൾ പറഞ്ഞയച്ച മിസൈലുകളല്ല, പട്ടണ പടിവാതിക്കൽ വെച്ച് പടയെ മടക്കി അയച്ച ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം അനിൽ ജോർജ് ബാസ് ആ ദൂതിനെ ഒന്ന് സ്വീകരിച്ച് ചിലതിനെ മടക്കി അയക്കണം കേട്ടോ. ലക്ഷ്യം വെച്ച് വാഞ്ഞെടുക്കുന്ന ചില ശത്രുവിന്റെ ആയുധപ്പുരകളെ നിഷ്ഫലമാക്കത്തക്ക നിലവാരത്തിൽ നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവീയ വാറ്റത്വം ദൈവാത്മാവനോട് പറയുന്നു, ശത്രുവിന്റെ ഇഷ്ടത്തിന് അവൻ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. പത്രോസേ, നിന്നെ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. അവൻ ഗോതമ്പ് പോലെ വാറ്റിക്കളയുവാൻ പിശാച് പദ്ധതി ഒരുക്കി. ഇന്ന് വരെ ഇല്ലാത്ത ജീവിതത്തിൽ അവൻ വിവിധമാകുന്ന പോരാട്ടങ്ങൾ കൂടി ദൈവദാസനെ നിങ്ങൾ കടന്നുപോയി. ശുശ്രൂഷയുടെ വിവിധമാകുന്ന കാലഘട്ടത്തിൽ കൂടി കടന്നുപോയി, വേദനയിൽ കൂടി കടന്നുപോയി. സത്യമാണ്. അടുത്തൊരു സെക്കൻഡ് പത്രോസേ, നീ ഒരു പാറയാകുന്നു, എന്നാൽ ആമേശ്വരം ഞാൻ ഈ പാറമേലിന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞതുപോലെ ചില ആലയത്തിന്റെ പണിക്ക് വേണ്ടി അവനെ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ആത്മാവ് ദൂത് കൈമാറുന്നു. സക്കറിയാവ് തൂക്കുകട്ട പിടിച്ചു നിൽക്കുന്നത് പോലെ ഇന്ന് രാത്രിക്കാലം തൂക്കുകട്ട പിടിച്ച് നാളുകളായി ആമേശ്വരം ഒരു സൈറന് വേണ്ടി, ഒരാജ്ഞയ്ക്ക് വേണ്ടി, ഒരു നിയോഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ദൈവദാസനെ 3 വിധമാകുന്ന നിയോഗങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ മിനിസ്ട്രിക്കകത്ത് വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. അതൊന്ന് ആലയത്തോടുള്ള ബന്ധത്തിലായിരിക്കുമെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. ചിലതിനൊക്കെയോ ജ്ഞാനിയെ തന്റെ കൗശലത്തിൽ പിടിക്കുന്നത് പോലെ ഇന്ന് രാത്രിക്കാലം വഴങ്ങാത്തതിനെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് വഴക്കത്തക്ക നിലവാരത്തിൽ ദൈവം ചില ക്രമീകരണങ്ങളെ ചെയ്തെടുക്കുന്നുണ്ടെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രിക്കാലം ദൂത് കൈമാറും. സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ പത്രോസിനെ ചോദിച്ചു കൊടുത്തില്ല, സ്തോത്രം. ഇയ്യോബിനെ ചോദിച്ചു കൊടുത്തു. നല്ലൊരു ആമേൻ പറഞ്ഞു. ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് ഏതെങ്കിലും നിന്ദയിലൂടെയോ പരിഹാസത്തിൽ കൂടിയോ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? തമ്പുരാൻ നിങ്ങളെ ചില മേഖലകൾക്കകത്ത് ഏൽപ്പിച്ചേക്കുക. സ്തോത്രം പറഞ്ഞാട്ടെ. എന്തുകൊണ്ടാ പത്രോസിനെ കൊടുക്കാൻ? പത്രോസിനെ കൊടുത്താൽ പത്രോസ് ആ വഴിക്ക് പോകും. എന്തിനാ ഇയ്യോബിനെ കൊടുത്തത്? ഇയ്യോബിനെ കൊടുത്തതിന്റെ ഒറ്റ ഉദ്ദേശം, ഇയ്യോബിന്റെ മേൽ ദൈവത്തിനൊരു വിശ്വാസമുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. ഇയ്യോബിന്റെ ദൈവത്തെ വിശ്വാസമുണ്ട്, പക്ഷെ അതിനേക്കാൾ 1000 മടങ്ങ് ദൂത് ഇയ്യോബിന്റെ മേൽ ദൈവത്തിന് വിശ്വാസമുണ്ട്. നല്ല രാമൻ പറഞ്ഞാൽ നമ്മളെല്ലാം നമ്മളെക്കാൾ വലിയവനെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകത
സൂസൻ അലക്സാണ്ടർ ദൈവദാസി ഒന്ന് അതോതിനെ ഒന്ന് സ്വീകരിക്കണം കേട്ടോ. നിങ്ങളുടെ മേൽ ദൈവത്തിന് ഭയങ്കര വിശ്വാസമുണ്ട്. സ്വന്തം പറഞ്ഞാട്ട് ചിലത് അനുവദിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാവൂ? ചിലത് അനുവദിക്കും, നാളുകളായി കരയുന്നു. ചിലത് അനുവദിക്കുന്നു. അതിന്റെ അർത്ഥം ഒറ്റ അർത്ഥമേ ഉള്ളൂ. സ്വന്തം ദൈവത്തിന് നിങ്ങളുടെ മേൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഏതെല്ലാം കളിയാക്കലിലൂടെ പരിഹാസത്തിൽ കൂടി കടന്നുപോയാലും നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് ദൈവത്തിന്റെ അകത്ത് ഒരു ഉറപ്പുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് മാത്രമാണ് പിശാചിന്റെ കരത്തിലേക്ക് യോബിനെ വിട്ടുകൊടുത്തത്. പുള്ളി വന്ന് വലിയ കാലത്ത് ചോദിച്ചു, ആ യോബിനെ ഒന്ന് വിട്ടുതരുമോ? അവന്റെ വേലി ഒന്ന് ശകലം പൊളിച്ചാൽ മതി. സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം പറഞ്ഞു, കുഴപ്പമില്ലടാ, നീ എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ എന്റെ ദാസന്റെ പ്രാണന് വിരോധമായി നീ ഒന്നും ചെയ്യരുത്. സ്തോത്രം പറഞ്ഞാട്ടെ. അന്ന് തൊട്ട് ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് കാണുന്ന ഇങ്ങനെയാണ്, യോബിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച് ചില പരിശോധനകൾ കടന്നു വന്നു. ഇന്ന് നോക്കിയാൽ യോബ് നേരിടാൻ പോകുന്ന വലിയ വിഷയമാണ്. ചെറിയ വിഷയമല്ല, വലിയ വിഷയമാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ വലിയ വിഷയം നേരിടാൻ ഈ മനുഷ്യൻ സജ്ജമാകുമ്പോഴും ദൈവത്തിന് അവന്റെ മനസ്സിനകത്ത്, ദൈവത്തിന് യോബിനെ പറ്റി ദൈവത്തിന്റെ മനസ്സിനകത്ത് ഒരു ഉറപ്പുണ്ട്. ഇവൻ എന്റെ ദാസനാണ്, ഇവൻ എന്നെ തള്ളി പറയത്തില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. രാത്രികാലം എത്ര പേർ പറയും, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, നിങ്ങൾ കടന്നു പോകുന്ന അനുഭവതലങ്ങൾ ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഇന്ന് രാത്രികൾ ഈ ദൈവദാസനെ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാം. ദൈവത്തിന് നിങ്ങളുടെ മേലൊരു ഉറപ്പുണ്ട്. ഇന്ന് രാത്രികാലം ദൈവദാസനെ നിങ്ങൾ ഭാരപ്പെടുന്നതിലെ വിഷയങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ നാമത്തിലെല്ലാം ദൈവം പ്രവർത്തിക്കും. നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും ദൈവം അറിഞ്ഞുകൊണ്ട് ദൈവദാസനെ ഇന്ന് രാത്രികാലം സാമ്പത്തിക മേഖലകൾക്കകത്ത് ഭയങ്കരമാകുന്ന ഒരു മാറ്റം ഈ നാളുകൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, കർത്താവിന്റെ ആത്മാവ് അത് ചെയ്യും. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുക്കും. അപ്പൊ യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്ന വിഷയം ചെറുതല്ല. വായിച്ചാട്ടെ 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. പതിനാല് 15. ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്നു കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ആയിരുന്നു. പെട്ടെന്ന് ശെബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ടുപോവുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം പിശാചിന്റെ പ്രവൃത്തി യോബിന്റെ ജീവിതത്തിന്റെ അകത്ത് പെട്ടെന്ന് ശെബായർ ഒരു ദിക്കിൽ നിന്ന് കൂട്ടമായി കടന്നു വന്ന് യോബിന്റെ 7000 ആട് 3000 ഒട്ടകവും 500 കാളി 50 പെൺകഴുതയും ഒറ്റ ദിവസം കൊണ്ട് പിടിച്ചോണ്ട് പോയത്. മൊത്തം പറഞ്ഞാട്ടെ. അവൻ അനുഗ്രഹമായി വന്ന, അവൻ അനുകൂലമായി വന്ന, അവന്റെ തലമുറകൾക്ക് അനുഗ്രഹമായി നിന്ന, അവന്റെ ദേശത്തിന്റെ അകത്ത്, അവന്റെ ഭവനത്തിന്റെ അകത്ത് നിന്ന നന്മകളെ ഒറ്റ ദിവസം കൊണ്ട് ശത്രുവായവൻ പിടിച്ചെടുത്തോണ്ട് പോയത്. നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ അകത്ത് പടിപടിയായിട്ടാണെങ്കിൽ യോബിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ നന്മകളെ പിശാച് പിടിച്ചുകൊണ്ട് പോയി. ഒന്നാമത്തെ പിശാചിന്റെ പ്രവൃത്തിയുടെ ഒന്നാമത്തെ തലമാണ് പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ, നീ അനുഭവിക്കേണ്ട നന്മകളെ, നിന്റെ കുടുംബം അനുഭവിക്കേണ്ട നന്മകളെ, നിന്റെ തലമുറകൾ അനുഭവിക്കേണ്ട നന്മകളെ, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടേണ്ട ദൈവീയ നന്മകളെ, നിന്റെ തലമുറയുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ദൈവീയമാകുന്ന നന്മകളെ അവൻ പിടിച്ചുകൊണ്ട് പോകുക. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. ഇന്നലകളിൽ നിങ്ങൾ അനുഭവിക്കേണ്ട ഏതെങ്കിലും നന്മകൾ ശത്രുവായവൻ പിടിച്ചുകൊണ്ടുപോയെങ്കിൽ ഇന്ന് രാത്രിക്കാലം ആത്മാവിലൊന്ന് ജാഗരിച്ച് പ്രാർത്ഥിച്ച് പിടിച്ചുകൊണ്ടുപോയതിനെ എല്ലാം മടക്കി തരുന്ന രാത്രിയായി, പിടിച്ചുകൊണ്ടുപോയതിനെ എല്ലാം മടക്കി തരുന്ന രാത്രിയായി, പിടിച്ചുകൊണ്ടുപോയതല്ല നിന്റെ ഭവനത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് മടക്കി തരുന്ന രാത്രിയായി മാറാൻ വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ശത്രു പിടിച്ചുകൊണ്ടുപോയി അവരെ മടക്കി. ശത്രു പിടിച്ചുകൊണ്ടുപോയ നന്മകളെ, ശത്രു പിടിച്ചുകൊണ്ടുപോയ നന്മകളെ, ഒന്നാമത്തെ പിശാചിന്റെ പ്രവൃത്തി. നീ അനുഭവിക്കേണ്ട നന്മകളുണ്ട്, നിന്റെ കുടുംബം അനുഭവിക്കേണ്ട നന്മകളുണ്ട്, നിന്റെ തലമുറ അനുഭവിക്കേണ്ട നന്മകളുണ്ട്. ഇതിനെ പിടിച്ചുകൊണ്ടുപോയെങ്കിൽ ഇന്ന് രാത്രികാലം ജാഗരിച്ച് പ്രാർത്ഥിച്ച് അവൻ പിടിച്ചുകൊണ്ടുപോയതിനെ ദൈവം ഇന്ന് രാത്രികാലം മടക്കി തരല്ലേ.
അവൻ പിടിച്ചുകൊണ്ടുപോയതിനെ ദൈവത്തിന്റെ ആത്മാവ് മടക്കി തരാൻ പോവാട്ടോ. ശത്രു പിടിച്ചുകൊണ്ടുപോയ നന്മകളെ ആരോടൊക്കെയാ പറയുന്നു? നിങ്ങൾക്ക് അവകാശപ്പെട്ടത് അതിന്റെ അകത്ത് എവിടെയൊക്കെയോ ശത്രുവിന്റെ കരം അതിന്റെ അകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിക്കാലം അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായി അതിനെ സ്വരം നിങ്ങൾക്ക് പ്രയോജനമില്ലാതാക്കി മാറ്റുമ്പോൾ ഇന്ന് രാത്രിക്കാലം അവൻ പിടിച്ചുകൊണ്ടുപോയതിനെ ദൈവത്തിന്റെ ആത്മാവ് മടക്കി തരുന്നതായി മാറട്ടെ. പിടിച്ചുകൊണ്ടുപോയതിനെ മടക്കി തരുക. അത് ബിസിനസിന്റെ അകത്ത് വെളിപ്പെട്ടതാണെങ്കിൽ, അത് ജോലി മേഖലകൾക്കകത്ത് വെളിപ്പെട്ടതാണെങ്കിൽ, അത് പ്രാർത്ഥനകൾക്ക് അകത്തളത്തിൽ വെളിപ്പെട്ടതാണെങ്കിൽ, ഇന്ന് രാത്രിക്കാലം പിടിച്ചുകൊണ്ടുപോയ നന്മകളെ ദൈവാത്മാവ് മടക്കി തരട്ടെ. ഒന്നാമത്തെ പിശാചിന്റെ പ്രവൃത്തി, നീ അനുഭവിക്കേണ്ട നന്മകളെ പിടിച്ചുകൊണ്ടുപോകുക. ദൈവാത്മാവിൽ ഇന്ന് രാത്രിക്കാലം പറയട്ടെ, പിടിച്ചുകൊണ്ടുപോയതിനെ ദൈവം ഇന്ന് രാത്രിക്കാലം മടക്കി തരാൻ പോകുകയാണ്. കരമടിച്ചുകൊണ്ട് ആ ദൂതനെ ഇന്ന് രാത്രിക്കാലം എത്ര പേർ സ്വീകരിക്കും? ചുടമനരകതൽ കമനഘടകസി ഉണ്ണിയച്ചാദൂതനെ ഇന്ന് രാത്രിക്കാലം സ്വീകരിച്ച് പിടിച്ചുകൊണ്ടുപോയതിനെ ദൈവം മടക്കി തരട്ടെ. പിടിച്ചുകൊണ്ടുപോയതിനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് മടക്കി തരട്ടെ. നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തേക്ക് ചിലതിനെ മടക്കി തരട്ടെ. ഇന്ന് രാത്രിക്കാലം ഒന്നാമത്തെ ദൂതാണ് പിശാച് നന്മകളെ പിടിച്ചുകൊണ്ടുപോയി. റിജിജോൺ പാസ്റ്ററെ, നിങ്ങൾക്ക് അർഹതപ്പെട്ടതോ നിങ്ങൾക്ക് ലഭിക്കപ്പെടേണ്ടതോ നിങ്ങളുടെ മിനിസ്ട്രിയിൽ വെളിപ്പെടേണ്ടതോ ആകുന്ന ഏതെങ്കിലും മേഖലകൾ ശത്രുവായും പിടിച്ചു വെച്ചെങ്കിൽ ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ദൈവനോട് പറയുന്നു, പിടിച്ചു വെച്ചതിനെയൊക്കെയോ ദൈവം മടക്കി തരാൻ പോവാന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ശക്തമായി ദൂത് കൈമാറും. രണ്ടാമത്തെ ദൂതാണ് ശേഷമുള്ളതിനെ വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കളഞ്ഞു. എന്തിനാണ് വെട്ടിക്കളയുന്നത്? ഒരു വൃക്ഷം വെട്ടിക്കളയുന്ന എന്തിനാണ്? വെട്ടിക്കളയുന്ന ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അത് പിന്നെ മുളച്ചു വരരുത്. സ്വന്തം പറഞ്ഞാട്ടെ, അത് പിന്നെ വളരരുതെന്ന്. എന്ന് പറഞ്ഞാൽ നാളെയുടെ പ്രതീക്ഷയാണ്. സ്വതന്ത്രം വെട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ അത് മുറിവേൽപ്പിക്കുന്ന അനുഭവമാണ്. വെട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വതന്ത്രം നീ മുളച്ചു വരരുതെന്ന്. സ്വന്തം പറഞ്ഞാട്ടെ, ഒരു വൃക്ഷത്തെ വെട്ടുന്നതിന്റെ കാര്യം എന്താ? അതിന്റെ വളർച്ചയെ മുരടിപ്പിച്ച് കളയുകയാണ്. ഇന്ന് രാത്രിക്കാലം ആ ദൂതനെ ഒന്ന് സ്വീകരിച്ച് ശോമച്ച ദൈവാത്മാവിൽ ഇന്ന് രാത്രിക്കാലം ദൂത് കൈമാറാ. യോബ് പറഞ്ഞു, ഒരു വൃക്ഷമായാൽ അതിന്റെ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാലും അത് പിന്നെയും കിളിർത്തു വരും. ആത്മാവ് ഇന്ന് രാത്രിക്കാലം ദൂത് കൈമാറുന്നു. ചില വർഷങ്ങളായി നിങ്ങൾ എവിടെയൊക്കെ വെട്ടേറ്റ് മുറിവേറ്റ് തിരസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ആത്മാവിനോട് പറയുന്നു, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാലും അതിനെ പിന്നെയും കിളിർത്തു വരുവാനായിട്ട് ഇടയാക്കിയല്ലോ. 2024 നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത്, നിങ്ങളുടെ തലമുറകൾക്കകത്ത്, നിങ്ങളുടെ ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ സാമ്പത്തിക നിലവാരത്തിന്റെ അകത്ത്, നിങ്ങൾക്ക് അർഹതപ്പെട്ടതിന്റെ അകത്ത് എവിടെയെങ്കിലും വെട്ടിയ അനുഭവതലങ്ങൾ ഉണ്ടെങ്കിൽ ആത്മാവനോട് പറയുന്നു, അതിനെ കേൾപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രക്തം ജയം അടയാളമായി വെളിപ്പെടട്ടെ. ഇന്ന് രാത്രിക്കാലം പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഏതൊക്കെയോ മേഖലകൾക്കകത്താണ് വായിരിക്കുന്നത്. നിരാശകൾ അകത്തളത്തിൽ തലം കെട്ടി നിൽക്കുന്ന ഏതൊക്കെയോ അനുഭവത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവിൽ ദൂത് കൈമാറാം. വെട്ടപ്പെട്ടതിനെ മുളപ്പിച്ചു വരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവിനോട് പറയുന്നു, വെള്ളത്തിന്റെ ഗന്ധം അതിൽ തട്ടിയാൽ അടുത്ത സെക്കൻഡിന്റെ അകത്ത് അത് മുളച്ചു വരും. ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. കരിവേലവും കരിമരവും വെട്ടിയ അതിന്റെ കുറ്റി കുറ്റി അവശേഷിച്ചാൽ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി വെളിപ്പെട്ടാൽ അതിനെ മുളപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രിക്കാലം ആത്മാവിനോട് ദൂത് കൈമാറുന്നു. ചില വെള്ളത്തിന്റെ ഗന്ധങ്ങൾ, പരിശുദ്ധാത്മാവാകുന്ന നദിയുടെ സാന്നിധ്യം നിങ്ങളുടെ ഫാമിലിക്കകത്തേക്ക്, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന വിഷയങ്ങൾക്ക് നടുവിൽ, നിങ്ങൾ നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത്, മുറിവേറ്റ് തള്ളപ്പെട്ട ഇടത്ത് ഇന്ന് രാത്രിക്കാലം അതൊരു വെള്ളത്തിന്റെ ഗന്ധമായി ഇന്ന് രാത്രിക്കാലം വെളിപ്പെട്ടു വരുമാറാകട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ആ കുടുംബത്തിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. റിയാന്റിയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവ് ഞാൻ ദൂത് കൈമാറാം. ഒരു വൃക്ഷമായാൽ അതിന്റെ പ്രത്യാശയുണ്ട്, അത് വെട്ടിയാലും പിന്നെയും കിളിർക്ക്. ഇന്ന് രാത്രിക്കാലം നിങ്ങൾ മുറിവേറ്റായിരിക്കുന്നത്, നിങ്ങൾ വെട്ടപ്പെട്ടായിരിക്കുന്നത്, കിളിർക്കത്തിൽ നിന്ന് വിശ്വാസി പറഞ്ഞാലും കിളിർക്കത്തിൽ നിന്ന് മനുഷ്യൻ പറഞ്ഞാലും ദൈവം പറയുന്നത് നിങ്ങൾ കിളിർക്കും കേട്ടോ. ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ ചില നടുവ് സംബന്ധമാകുന്ന ചില വേദനകൾ, ചില ശ്വാസം മുട്ടലുകൾ, ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഇന്ന് രാത്രിക്കാലം ആത്മാവിനെ ശാസിക്കുന്നു.
ചൂടാര ഭാരത നഗസിയാരക ശന്തന ഉടമനരകതൽ കമനകടകസിയാരക. ചില ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത്, ചില ദൈവ പ്രവർത്തികൾ തലമുറകൾക്കകത്ത് ആമൻ വെട്ടേറ്റ് നിൽക്കുന്ന അനുഭവതലത്തിന്മേൽ ചില ദൈവ പ്രവർത്തിയുടെ ആഴങ്ങൾ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കഴിഞ്ഞ മീറ്റിംഗിന്റെ അകത്ത് ആമേ സ്വതന്ത്രം 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 ആ മീറ്റിംഗിന്റെ അകത്ത് ആമൻ ഒരു ദൈവദാസി അയച്ച മെസ്സേജ് എന്റെ കയ്യിലുണ്ട്. ആ ദൈവദാസി അയച്ചത് എങ്ങനെയാണ്? ദൈവദാസനെ നടുവിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ, വർഷങ്ങളായി എനിക്ക് നടുവിന് വേദനയുണ്ടായിരുന്നു, വല്ലാത്ത ഭാരമുണ്ടായിരുന്നു. പക്ഷേ ആമേ സ്വതന്ത്രം അങ്ങനെ പറഞ്ഞ സമയത്ത് ആ നടുവിന്റെ വേദന ആമൻ എന്റെ ശരീരമണ്ഡലം വിട്ടുമാറി. ആർക്കെങ്കിലും സംശയമുണ്ട് വാട്സാപ്പിൽ അയച്ചാൽ മതി, ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം എന്ന് പറഞ്ഞ നാളുകളായുള്ള ചില രോഗത്തിന്റെ മേഖലകൾക്ക് മേൽ ദൈവീയമാകുന്ന ജയം ഇന്ന് രാത്രികാലം നൽകി തരാൻ പോകുക. ചില ശ്വാസം പൊട്ടിപ്പിക്കുന്ന അനുഭവ തലങ്ങൾ ഇന്ന് രാത്രികാലം വെള്ളത്തിൽ മുക്കിപ്പിടിക്കുന്നത് പോലെ ശ്വാസമെടുക്കുവാൻ കഴിയാതെ വണ്ണ് ആമേ സ്വന്തം പ്രശ്നങ്ങളായി വെളിപ്പെടുമ്പോൾ ഇന്ന് രാത്രികാലം നിങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെയുള്ള ചില സ്വാധീന വലയത്തെ രോഗാത്മാവിനെ യേശുവിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ശാസിക്കുക. ചില ഹോർമോൺ വ്യതിയാനങ്ങൾ ഇന്ന് രാത്രികാലം സൗഖ്യമാകട്ടെ. ചില സാമ്പത്തിക ക്രൈസിസുകൾ ഇന്ന് രാത്രികാലം അഴിഞ്ഞു മാറട്ടെ. സാമ്പത്തിക മേഖലകളെ തടഞ്ഞു വെക്കുന്ന പൈശാചിക മുഖങ്ങൾ അടിയട്ടെ. അഭിഷക്തന്മാരുടെ ശുശ്രൂഷയുടെ ശാലകളെ അടച്ചു കളയുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രികാലം ഉടഞ്ഞു മാറുവാൻ കർത്താവിന്റെ ആത്മാവിൽ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സന്തോഷ് കർത്താവിന്റെ ദാസനെ സാമ്പത്തിക മേഖലകൾക്ക് നടുവിൽ ഒരു ഓപ്പണിംഗ് ഇന്ന് രാത്രികാലം ഉണ്ടാകട്ടെ. കർത്താവിന്റെ ദാസൻ ജോസ് പാസ്റ്റർക്ക് സാമ്പത്തിക മേഖലകൾക്കകത്ത് ഒരു ഓപ്പണിംഗ് ഇന്ന് രാത്രികാലം ഉണ്ടാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനിൽ പാസ്റ്റർ സാമ്പത്തിക മേഖലകൾക്ക് നടുവിൽ ഒരു ഓപ്പണിംഗ് ഇന്ന് രാത്രികാലം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ഉണ്ണിയാഴ്ച ഫൈനാൻഷ്യൽ മേഖലകൾക്കകത്ത് ഒരു ഓപ്പണിംഗ് ഇന്ന് രാത്രികാലം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഉടമനരകതൽ കമനഘടകന വൈഡശന്ധന. ഇന്ന് രാത്രികാലം സാമ്പത്തികമായി നിങ്ങൾ ഞെരുക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചു. ദൈവം ആ ക്രൈസിസിനെ പൊട്ടിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു നിയോഗം തരുന്നതുകൊണ്ടാണ് ഞാൻ ആ വിധത്തിൽ ദൂതനെ കൈമാറ്റം ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം വെട്ടി. ഇന്ന് രാത്രികാലം ഡേസിയാൻഡി ഒന്ന് വിളിച്ചു പറഞ്ഞ് വെട്ടി സത്യമാ, പക്ഷെ ഞങ്ങൾ വളരാൻ പോകുക. ലീലാമ തോമസ് ഒന്ന് വിളിച്ചു പറഞ്ഞ് അവൻ വെട്ടി സത്യമാണ്, അവൻ ഞങ്ങൾ അതൊന്ന് വളരാൻ പോകുകയാണ്. ഇന്ന് രാത്രികാലം ഷാർപ്പ് ദൂത പറഞ്ഞ കേട്ടോ, നട്ടലിന്റെ അകത്ത് ഭയങ്കര സൗഖ്യങ്ങൾ ഇന്ന് രാത്രികാലം ഉണ്ടാകും. നിങ്ങൾ ഇന്ന് രാത്രികാലം കരം വെച്ച് പ്രാർത്ഥിച്ചു. ഇതിന്റെ അകത്ത് അടുത്ത ദിവസം സാക്ഷ്യം പറയത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്ന് ആത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു. സ്തോത്രം. മൂന്നാമത്തെ കാര്യമാണ് 16-ാം വാക്യത്തിന്റെ അകത്ത് കാണുന്നു. അവൻ ഒരുവൻ ഓടി വന്നിട്ട് പറയുന്നു, ആകാശത്തിൽ തീ ഇറങ്ങി സകലത്തെയും കരിച്ചു കളഞ്ഞു. സ്വത്രം പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞാൽ പച്ചപ്പിനെ പ്രതീക്ഷയുടെ നല്ല വഴികളെയൊക്കെയും അടച്ചു കളഞ്ഞത്. മൂന്നാമത് വെളിപ്പെട്ടു. അവൻ പറഞ്ഞു ദൈവത്തിന്റെ തീയാന്ന്. അല്ല കേട്ടോ, ദൈവത്തിന്റെ തീയല്ല, ശത്രുവിന്റെ തീയാണ്. ദൈവത്തിന്റെ തീ അതിന്റെ പച്ചപ്പിനെ കരിക്കത്തില്ല. ദൈവത്തിന്റെ തീ ഹോരേബിൽ വെളിപ്പെട്ടപ്പോൾ അതിനെ തേജസ് കൊണ്ട് നിറയപ്പെട്ടത്. മുള്ളായിരുന്നു മാറ്റി നിർത്തിയതിന്റെ അകത്ത് ദൈവത്തിന്റെ തീ വെളിപ്പെട്ടപ്പോൾ അത് തേജസ് ഉള്ളതായി മാറിയെന്ന് ഇന്ന് രാത്രിക്കാലം ചില അഭിഷക്തന്മാരുടെ ശുശ്രൂഷകൾ തേജസ് ഉള്ളതാക്കി മാറ്റാൻ പോവാണ്. ഉള്ളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സ്ഥാനത്ത് നിന്നെ തേജസ് കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിക്കാലം വിശ്വസിക്കുന്നവർ കരമടിച്ചുകൊണ്ട് ആ ദൂതനെ സ്വീകരിച്ച് മുള്ളിന്റെ അകത്ത് വെളിപ്പെട്ട ദൈവ സാന്നിധ്യം അധികം തേജസ്സുള്ളതാക്കി മാറ്റിയെങ്കിൽ, ഒരു മോശയെ പോലും അതിലേക്ക് വലിച്ചെടുപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ ദൂത് കൈമാറുന്നു. എന്തോ ദൈവത്തിന്റെ തേജസ് ഏതൊക്കെയോ അഭിഷക്തന്മാരുടെ മേൽ ഭയങ്കരമായി വെളിപ്പെടുന്നു. ഇന്നലെ വരെ നാശം വിതച്ചത് ശത്രുവിന്റെ തീയാണെങ്കിൽ നിന്റെ പ്രതീക്ഷയുടെ വാതിലുകളെ അടച്ചു കളഞ്ഞത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. ചില ശുശ്രൂഷയുടെ വാതിലുകളെ അടച്ചു കളഞ്ഞെങ്കിൽ അതിന്റെ പിന്നിൽ വ്യാപരിച്ചത് ശത്രുവിന്റെ തീയ. നിന്റെ ഭാവിയുടെ വാതിലുകൾ അടച്ചു കളയുന്നത് അത് ശത്രുവിന്റെ തീയ. ഇന്ന് രാത്രിക്കാലം വെളിപ്പെടാൻ പോകുന്നത് ദൈവത്തിന്റെ തീയ. എന്താ ദൈവത്തിന്റെ തീയുടെ പ്രത്യേകത? അതിനെ തേജസ്സുള്ളതാക്കി മാറ്റും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഭാവി സംബന്ധമായി ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിച്ചു. ഭാവി സംബന്ധമായി വഴി അടഞ്ഞു നിൽക്കുന്ന ചില കുടുംബത്തിന്റെ അകത്ത്, ചില സഹോദരിമാരുടെ മേൽ, ചില തലമുറയുടെ മേൽ ഭാവിക്ക് വേണ്ടി ചില വാതിലുകളെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവാ.
വിശ്വസിച്ച് ഇന്ന് രാത്രികാലം ആ ദൂതനെ ഒന്ന് സ്വീകരിച്ച് അവൻ ആ ദൂതനെ ഒന്ന് സ്വീകരിച്ച് ചില ഭാവി സംബന്ധമായ വാതിലുകളെ ദൈവം തുറക്കാൻ പോകുക. 2 ശുശ്രൂഷ സംബന്ധമായ ചില വാതിലുകളെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവാൻ ആത്മാവ് തെളിവായി ദൂത് കൈമാറുന്നു. ഉടമനരകടൽ കവനകടകസിയാരക ഉടാരകസിയാരക ശന്തനെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓരേവിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ പ്രത്യേകത അതിനെ തേജസ്സുള്ളതാക്കി മാറ്റി. ശത്രുവിന്റെ തീ നാളെയുടെ പ്രതീക്ഷകളെ ചാമ്പലാക്കിയെങ്കിൽ ദൈവത്തിന്റെ തീ നാളുകളിൽ നിനക്ക് പ്രതീക്ഷ നൽകി തരാൻ പോകുക. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഏതൊക്കെയോ മേഖലകൾക്കകത്ത് ഇന്ന് രാത്രിക്കാലം നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ഇന്ന് രാത്രിക്കാലം പ്രതീക്ഷ നൽകി തരുന്ന ഒരു തീ നിന്നെ ലക്ഷ്യമാക്കി ഇറങ്ങി വരുന്നുണ്ട്. നിന്റെ കുടുംബത്തെ ലക്ഷ്യമാക്കി ഇറങ്ങി വരുന്നുണ്ട്. നിന്റെ മിനിസ്ട്രിയെ ലക്ഷ്യമാക്കി ഇറങ്ങി വരുന്നുണ്ട്. വിശ്വസിക്കുന്നവർ കാരോ പഠിച്ചതിനെ സ്വീകരിച്ച് താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ മീറ്റിംഗിന്റെ അകത്ത് എല്ലാ സ്ട്രഗിളിങ്ങൾ പൊളിയട്ടെ. പൈശാചിക മണ്ഡലങ്ങൾ, പൈശാചിക ആധിപത്യങ്ങൾ, വചന വെളിപ്പാടിനെ തടയുന്ന ഇരുട്ടിന്റെ സകല അധികാരങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, അവിശ്വാസത്തിന്റെ സകല ദുരാത്മാ മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ശാസിക്കുകയാണ്. താങ്ക് യു ജീസസ്. 3 ദൈവത്തിന്റെ തീ എന്ന് അവൻ പറഞ്ഞു. അത് ശത്രുവിന്റെ തീയ. നാളെയുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. 4ാമതാണ് സ്വതന്ത്രം. യോബിന്റെ ജീവിതത്തിൽ 19ാം അധ്യായത്തിന്റെ അകത്ത് ഒരു കൊടുങ്കാറ്റ് കടന്നു വന്നു. തലമുറയുടെ എല്ലാ വഴികളും അടച്ചു കളഞ്ഞു. കൊടുങ്കാറ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? തലമുറയുടെ സകല വാതിലുകളും അടച്ചു കളഞ്ഞെന്ന്. സ്വതന്ത്രം കൊടുങ്കാറ്റ് കടന്നു വന്നു. ആ കൊടുങ്കാറ്റ് കുഞ്ഞുങ്ങളിരുന്ന 4 ദിക്കിന്റെ അകത്ത് അതൊന്ന് വീശിയടിച്ചു. ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് അത് വീണു. ഒറ്റ ദിവസം കൊണ്ട് 10 തലമുറകൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. സ്വത്രം പറഞ്ഞാട്ട് ഒരു കൊടുങ്കാറ്റ് നാളെയുടെ പ്രതീക്ഷയായ തലമുറയുടെ വഴികളെ അടച്ചു കളഞ്ഞു. 5ാമത്തെ യോബിന്റെ ജീവിതത്തിന്റെ അകത്ത് രോഗങ്ങൾ കടന്നു വന്നു. യോബിന്റെ ജീവിതത്തിന്റെ അകത്ത് രോഗം കടന്നു വന്നപ്പോൾ അവൻ ഒരു ഓട്ട് കഷ്ണം എടുത്തു. തല മുതൽ പാദം വരെ സ്വതന്ത്രം പരിക്കളാൽ ബാധിച്ചു. അതിന്റെ അകത്തോടെ കുടുക്കൽ അരിച്ചപ്പോഴും ഈ മനുഷ്യൻ എന്ത് ചെയ്യാന്നറിയാവോ? ഈ രോഗത്തിന്റെ നടുവിൽ ഓട്ട് കഷ്ണം എടുത്ത് ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. 6ാമത്തെ യോബിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒറ്റപ്പെടൽ കടന്നു വന്നു. ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്തുവാൻ താല്പര്യം. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തെ ഇത്രത്തോളം സ്വീകരിച്ചിട്ട്, ദൈവത്തെ ഇത്രത്തോളം സേവിച്ചിട്ട്, ദൈവത്തിന് വേണ്ടി ഇത്രത്തോളം നിന്നിട്ട് ഈ മനുഷ്യൻ ചില ചോദ്യചിഹ്നങ്ങൾക്ക് മുന്നിലേക്ക് ഇവൻ എറിയപ്പെട്ടു. സത്യമാ. സ്വത്രം പറഞ്ഞാട്ടെ. സത്യമല്ല ദൈവമക്കളെ? നിങ്ങൾ എത്രത്തോളം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടിട്ട്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഇത്രത്തോളം കൊടുത്തിട്ട്, നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി ഇത്രത്തോളം നിന്നിട്ട് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വേദനകൾ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ. ഇപ്പോൾ യോബിന്റെ ജീവിതത്തിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാണ്, അവൻ വലിയ ദൈവഭക്തന, പക്ഷെ അവന്റെ നന്മകളെല്ലാം പോയല്ലോ. നിങ്ങൾ ഇവിടെയുണ്ടോ? സ്തോത്രം. ഇപ്പൊ യോബിനെ പറ്റി നാട്ടുകാര് പറയുന്ന എന്താ, വീട്ടുകാര് പറയുന്ന എന്താ? വലിയ ദൈവഭക്തനാ. സ്തോത്രം. നന്മയെല്ലാം പോയി. സ്തോത്രം പറ. ഇന്ന് രാത്രികാലം ഏതേലും വ്യക്തി നിന്നെ വിരൽ ചൂണ്ടിയാൽ, ദൂത് നീ പിടിച്ചു, ഏതേലും വ്യക്തി നിന്നെ ആളെന്നാൽ നന്മ പോയെന്നും പറഞ്ഞ്, ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് നന്മ പോയെന്നും പറഞ്ഞ് ആരേലും കളിയാക്കിയാൽ, ദൈവദാസിയെ ഞാൻ ദൂത് കൈമാറാം. ദൈവം നിന്റെ കണ്ണിൽ കാണുന്നുണ്ട്. നിനക്ക് നഷ്ടപ്പെട്ടത് എന്റെ ദൈവം മടക്കി തരും. നല്ലൊരു ആമേൻ പറ. ഞാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം പറയാൻ കേട്ടു. 2004 വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി. ഏകനായി ഒത്തിരി ഒറ്റപ്പെടൽ, രോഗങ്ങൾ, സാമ്പത്തികമാകുന്ന ഞെരുക്കങ്ങളെല്ലാം ഉണ്ടായി. ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ ബുദ്ധിമുട്ടൊന്നും അറിയിച്ചല്ല വളർത്തിയത്. അന്നാണേലും ഇന്നാണേലും 100 ചോദിച്ചാൽ 1000 തരും. അതാണ് അപ്പന്റെ ശൈലി. സ്തോത്രം പറഞ്ഞാട്ടെ. 2006 എന്റെ അപ്പൻ രക്ഷിക്കപ്പെടുമ്പോൾ എന്റെ അപ്പൻ ഏറ്റവും എതിർത്ത എന്റെ അപ്പനാണ്. ഏറ്റവും അതിനേക്കാൾ എതിർത്ത എന്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് നിന്ന് ആദ്യം ദൈവവേലയ്ക്ക് വേണ്ടി പോയത്. സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ ഏറ്റവും എതിർത്ത അപ്പൻ രക്ഷിക്കപ്പെട്ട് വന്നപ്പോ ഞങ്ങളുടെ സാമ്പത്തിക നിലവാരമെല്ലാം തമ്പുരാൻ അടച്ചത്. സ്തോത്രം പറ. 56 പേര് എന്റെ കീഴിൽ ജോലിക്കുണ്ടായിരുന്നു. സ്തോത്രം. ഒരാഴ്ച 8000
തൊട്ട് 10,000 രൂപ ഒരാഴ്ച എനിക്ക് വരുമാനം ഉണ്ടായിരുന്നു. ഒന്നും അറിയണ്ട. എല്ലാ വഴിയും ദൈവം അടച്ചു. അപ്പന്റെ വഴി അടച്ചു. അവസാനമായി ഞങ്ങൾ അപ്പന്റെ ചേട്ടന്റെ അടുക്കൽ ഒരു 10,000 രൂപയുടെ ആവശ്യം കടന്നു വന്നു. ആമേൻ സ്തോത്രം. എല്ലാ വഴികളും സാമ്പത്തികമായി എല്ലാ വാതിലുകളും അടച്ചു. അവൻ തരുമെന്നുള്ള പ്രതീക്ഷയോടെ ആമേൻ സ്തോത്രം ചെന്ന് വാതിൽക്കൽ മുട്ടിയപ്പോൾ അദ്ദേഹം 10,000ന്റെ കെട്ടെടുത്ത് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, കണ്ണോടാ കള്ളപ്പെന്തക്കോസുകാര കൈകൊട്ടിപ്പാടുന്നവനെ, നീയൊക്കെ ചെന്ന് മുട്ടയെ നീന്തി പ്രാർത്ഥിക്കണ എന്നും പറഞ്ഞ് ഞങ്ങളെ കളിയാക്കി. സ്തോത്രം പറഞ്ഞാട്ടെ. പക്ഷെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. പിന്നത്തേതിൽ അങ്ങോട്ട് പോയില്ല. കളിയാക്കിയവരെല്ലാം ഇങ്ങോട്ട് വരേണ്ടി വന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. കളിയാക്കിയവർക്കെല്ലാം പിന്നത്തേതിൽ ഞങ്ങൾ കൊടുക്കേണ്ടി വന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ദൈവം അനുവദിച്ച ചില നഷ്ടങ്ങൾ കടന്നു വന്നതെങ്കിൽ, സ്തോത്രം പറഞ്ഞാട്ടെ, എന്റെ അപ്പനോ എന്റെ അമ്മയോ ഞങ്ങളെ ബുദ്ധിമുട്ട് വളർത്തിയിട്ടില്ല. പക്ഷെ കർത്താവിനെ അറിഞ്ഞപ്പം നഷ്ടങ്ങളിലേക്ക് കടത്തിവിട്ടെന്ന്. സ്തോത്രം പറഞ്ഞാട്ടെ. ആ നഷ്ടങ്ങൾക്ക് നടുവിൽ എന്റെ ദൈവം വിശ്വസ്തനാകുന്ന ദൈവമാണ്. എവിടെ നഷ്ടം വന്നോ അവിടെ ഞങ്ങളെ മാനിച്ച ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്ത് ദൈവത്തിന് വേണ്ടി നിന്നിട്ട് ഇന്ന് വരെ കയറി കിടക്കാൻ ഒരു വീടില്ലെങ്കിൽ ഇന്ന് രാത്രികാലം ആത്മാവ് എനിക്ക് തരുന്ന ഒരു നിയോഗം ഞാൻ കൈമാറാം. യഹോവ നിനക്ക് വേണ്ടി ഒരു ഭവനം, നീ പ്രതീക്ഷിക്കാത്തൊരു വാതിൽ, നീ പ്രതീക്ഷിക്കാത്തൊരു വഴി നിനക്ക് വേണ്ടി സർവശക്തൻ തുറക്കുമെന്ന്. അത് സാധാരണ വഴിയല്ല കേട്ടോ, അത് സാധാരണ വാതിലല്ല. 3-ലധികം വ്യക്തികളെ നോക്കി ഞാൻ ദൂത് കൈമാറാം. നിനക്ക് വേണ്ടി ചില വഴികൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് 2024 അത് നിന്റെ കരത്തിന്റെ അകത്ത് ദൈവം തന്നിരിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. മുണ്ടക്കയത്ത് ഒരു അച്ചായനുണ്ട്, മനുവെന്ന ആമേശ്വര അച്ചായന്റെ പേര്. ഈ അച്ചായന് ആമേശ്വര ഭവനമില്ല. ഒരു ദിവസം ഞാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ റൂമിന്റെ അകത്ത് അവൻ പൊട്ടിയൊലിച്ചൊരു വീടിന്റെ അകത്ത് വാടകയ്ക്ക് കിടക്കുക. അധികം വാടകയൊന്നുമില്ല. 2 കുഞ്ഞുങ്ങളായിട്ട്. അദ്ദേഹത്തിന്റെ അനുഭവം കണ്ടപ്പോ എനിക്ക് അല്പമാകുന്ന പ്രയാസം തോന്നി. പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്നപ്പോ ഒരു കർത്തൃദാസൻ അദ്ദേഹം എന്നെ വിളിച്ചു, പാസ്റ്ററെ, ഇന്ന് ഞങ്ങളുടെ ആമേശ്വരം ഒരു കുറ്റിയടിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ഒരു ഭവനം പണിയുവാൻ വേണ്ടി. ഞാൻ അവിടെ ചെന്നപ്പോ സങ്കടം തോന്നി കേട്ടോ. ഏതോ ഒരു വീട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ വീട് പൊളിച്ചു തന്നാൽ പൊളിക്കുന്ന സാധനമെല്ലാം എടുത്തോളാൻ പറഞ്ഞു. വീട്ടുകാരെ പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ അവിടെ ചെന്ന് വീട് പൊളിച്ചു. അവിടുത്തെ പഴയ ഓടും പഴയ കട്ടളിയും പഴയ ഇഷ്ടികയെല്ലാം കൂടെ അദ്ദേഹം വണ്ടി വിളിച്ച് കൊണ്ടുവന്നിരിക്കുക. അവൻ കുറ്റിയടിക്കാൻ നേരം ആ കർത്തൃദാസൻ പറഞ്ഞു, അനിപ്പാസ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധാത്മ പറഞ്ഞു, ഇതല്ല നിനക്ക് പറയാൻ ദൈവം പറഞ്ഞ വീട്. ആമേശ്വരം, ഇത് ഇവിടെ നീ കുറ്റിയടിക്കണ്ട. അങ്ങ് താഴെ റോഡ് സൈഡിലായിട്ട് ദൈവം നിനക്ക് വേണ്ടി ഒരു ഭവനം പണിയും. അതൊരു വാർക്ക കെട്ടിടമായിരിക്കും. ഇപ്പോൾ നീ കൊണ്ടുവന്ന ഈ പഴയ സാധനം ഉണ്ടല്ലോ, ഇതേതെങ്കിലും വേസ്റ്റ് കൊട്ടയിൽ തള്ളിക്കോളാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വഴിയില്ല. പക്ഷെ ദൂത് നീ വിശ്വസിച്ചോ? നിന്നോട് പറഞ്ഞത് ആകാശത്തിലെ ഭൂമിയെ സൃഷ്ടിച്ച സർവശക്തനാകുന്ന ദൈവമാ. അടുത്ത ദിവസം 3-4 ദിവസത്തിന്റെ അകത്ത് 4 പേരടങ്ങുന്ന ഒരു പാനൽ. അവൻ ഒരിക്കലും സാധ്യതയില്ലാത്ത മേഖലകൾക്ക് നടുവിൽ ഈ മനുഷ്യനൊരു വീട് വെക്കുവാനുള്ള ക്രമീകരണം ചെയ്തു കൊടുത്ത് എന്ന് പറഞ്ഞാൽ 18 ലക്ഷം രൂപയുടെ ഒരു വീട് ഈ മനുഷ്യന് കാശ് മുടക്കില്ലെന്ന് ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ. ദൈവം വിശ്വസ്തനാകട്ടോ. ഇന്ന് രാത്രിക്കാലം നീ എവിടെയെങ്കിലും നിന്ദിക്കപ്പെട്ടെങ്കിൽ ഇവിടെ നോക്കിയ യോബിനെ പറ്റി പറയുന്നു, ഒറ്റ ദിവസം കൊണ്ട് നന്മ ഇറങ്ങിപ്പോയെന്ന്. പലരും പറയാറുണ്ട്, അതെ, ദൈവത്തിന് വേണ്ടി നിന്നത് ഞങ്ങൾ ഇത് കേൾക്കേണ്ടത്. ഇന്ന് രാത്രികൾ ഞാൻ പറയാം, നീ ഇനി കേൾക്കേണ്ട വരത്തില്ല. ദൈവത്തിന്റെ മാന്യത നിന്റെ ജീവിതത്തിന്റെ അകത്തേക്ക് വെളിപ്പെടാൻ സമയമായെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി കൈമാറും. ദൈവത്തിന് വേണ്ടി നിന്നുകൊണ്ട് നിന്റെ തലമുറയുടെ വഴി അടഞ്ഞില്ല നീ പറയത്തില്ല കേട്ടോ. നിന്റെ തലമുറകൾക്ക് വേണ്ടി വാതിൽ തുറക്കാൻ കഴിയുക. ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ട് ഞങ്ങൾ ശൂന്യമായി നീ പറയത്തില്ല കേട്ടോ. ദൈവം നിനക്ക് സമൃദ്ധി നൽകി തരാൻ പോകുക. ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിട്ട് ഞങ്ങളുടെ തലമുറകൾക്ക് മാത്രം ഇങ്ങനെ എന്താ ഇനി ചോദിക്കേണ്ട ദൈവമക്കളെ, നിന്റെ തലമുറകൾക്ക് വേണ്ടി ദൈവം വാതിലുകളെ ദൈവം തുറക്കാൻ പോകുക. ദൈവത്തിന് വേണ്ടി നിന്നിട്ട് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഞങ്ങൾക്ക് എന്തിനാ? ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, നിന്റെ മേൽ ദൈവത്തിന് വിശ്വാസമുണ്ടെന്ന്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? രോഗങ്ങൾ കടന്നു വന്നപ്പോൾ അടുത്ത സെക്കൻഡിന്റെ അകത്ത് സംഭവിച്ചത് എന്താണെന്നറിയാമോ? അടുത്ത സെക്കൻഡിന്റെ അകത്ത് സൗഖ്യമാക്കുവാൻ ഒരു കരം ഇറങ്ങി വന്നു. ഇന്ന് രാത്രിക്കാലം ഒറ്റപ്പെടൽ കടന്നു വരുമ്പോൾ ആശ്വസിപ്പിക്കുവാൻ ഒരു കരം കടന്നു വന്നു. ഇന്ന് രാത്രിക്കാലം വേഗത്തിൽ ഞാൻ ദൂത് പറഞ്ഞ് ഞാൻ നിർത്തിട്ട്, അല്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച മെസ്സേജ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, ദൈവനാമത്തിന്
വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് നിനക്ക് നഷ്ടം വന്നാൽ, നിന്റെ തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെട്ടാൽ, അവരെ ഭാവിയെ ഓർത്ത്, ജോലിയെ ഓർത്ത്, സാമ്പത്തിക നിലവാരത്തെ ഓർത്ത്, അതിനൊരു ഉത്തരവാദിയുണ്ട്. അവൻ നിനക്ക് വേണ്ടി ഇടപെടുന്ന ദൈവമാണ്. എത്ര പേർ ആ ദൂതനെ സ്വീകരിക്കും? ആ ദൂതനെ ഒന്ന് സ്വീകരിക്കും. നിനക്ക് വേണ്ടി ദൈവം ഇടപെടാൻ പോകുകയാണ്. സ്വന്തം 6 കഷ്ടങ്ങൾ അവൻ നിന്നെ വിടുവിക്കും. 7ാമത്തെ തിന്മത്തോടത്തിൽ യോബിന്റെ ജീവിതത്തിന്റെ അകത്ത് 6 വിധമാകുന്ന കഷ്ടങ്ങൾ കടന്നു വന്നു. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, തിന്മത്തോടത്തിൽ എത്ര പേർ ദൂതനെ വിശ്വസിക്കും? ഇന്ന് രാത്രിക്കാലം കഷ്ടം വന്നു, നഷ്ടം വന്നു, സത്യമാണ്. പക്ഷെ തിന്മ തൊടാൻ ദൈവം അനുവദിച്ചിരുന്നു. പ്രാണനെതിരെ കടന്നുവിട്ടി ആ മരണാസ്ത്രങ്ങളെ അവൻ തടുത്തു വെച്ചെങ്കിൽ ഇന്ന് രാത്രിക്കാലം വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്ത്, ഇന്ന് രാത്രിക്കാലം ഒറ്റ ദൂത് പറഞ്ഞ് ഞാൻ നിർത്തുവാൻ താല്പര്യപ്പെടുന്നു കേട്ടോ. ബാക്കി കമ്പിവാചകം പോലെ ഞാൻ പറഞ്ഞു വിടും. ഇന്ന് രാത്രിക്കാലം എന്താണെന്നറിയാമോ? യോബിന്റെ ജീവിതത്തിന്റെ അകത്ത് 6 വിധമാകുന്ന കഷ്ടങ്ങൾ കടന്നു വന്നു. 1 ശെബയാർ വന്ന് പിടിച്ചോണ്ടുപോയി, 2 വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കളഞ്ഞു, 3 രോഗങ്ങൾ കടന്നു വന്നു, 4 തലമുറകൾ നഷ്ടപ്പെട്ടു, 5 അവന്റെ ജീവിതത്തിന്റെ അകത്ത് ആമേശ്വർ ഒറ്റപ്പെടൽ കടന്നു വന്നു, 6 അവന്റെ ജീവിതത്തിന്റെ അകത്ത് തീയിറങ്ങി, സകലം നഷ്ടപ്പെട്ടു. 6 വിധമാകുന്ന കഷ്ടങ്ങൾ എല്ലാം ശൂന്യമായിരിക്കുക. ഒറ്റ ദിവസം കൊണ്ട് കടന്നു വന്ന തകർച്ചകൾ, ഒറ്റ ദിവസങ്ങളിൽ കടന്നു വന്ന ദുരന്തമുഖങ്ങൾ. ഇപ്പോൾ ആ മനുഷ്യൻ ഒറ്റയ്ക്ക, ഭാര്യയില്ല കൂടെ, ദാസ്യദാസന്മാരില്ല, രോഗിയായി തീർന്നു ആ മനുഷ്യൻ, നഷ്ടങ്ങളുടെ വക്കയിൽ കിടക്കുക. ഞാൻ യോബിനോട് ചോദിക്കാം, യോബേ, നിന്റെ ജീവിതത്തിൽ നിന്നെ ഏറ്റവും വേദനിപ്പിച്ച വിഷയം ഏതാണ്? അദ്ദേഹം പറഞ്ഞു, എന്റെ നന്മ പോയത് എനിക്ക് വിഷയമില്ല, ഭാര്യ എന്നെ ഒറ്റപ്പെടുത്തിയത് എനിക്ക് വിഷയമില്ല, രോഗം കടന്നു വന്ന വിഷയമില്ല, തീ ഇറങ്ങിയത് എനിക്ക് വിഷയമില്ല, സകല നന്മകളും ആമേശ്വരൻ കടന്നുപോയത് വിഷയമില്ല. പക്ഷെ ഒരു കൊടുങ്കാറ്റുണ്ടല്ലോ, ആ കൊടുങ്കാറ്റ് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതെന്താ യോബേ? ആ കൊടുങ്കാറ്റ് എന്റെ പ്രതീക്ഷയാ, എന്റെ തലമുറ. സ്വത്രം പറഞ്ഞാട്ട്, എന്റെ പ്രതീക്ഷ എന്റെ തലമുറ. ഏതൊരു മാതാപിതാക്കളും പറയുന്ന ഒരു കാര്യം ഇതാ, ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവർ ജീവിക്കുന്ന അവരെ തലമുറകൾക്ക് വേണ്ടിയാ. എന്നാൽ എന്റെ തലമുറയുടെ വഴികൾ ദൈവപ്പെട്ടു. ഒരു കൊടുങ്കാറ്റ് വന്ന് എന്റെ തലമുറയുടെ വാതിലുകൾ എന്നേക്കുമായി അടയപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് കാണുന്നു, യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ അകത്ത് യോബ് പറയുന്ന, ആ കൊടുങ്കാറ്റ് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. 38-ാം അധ്യായത്തിന്റെ അകത്ത് ഒരു ചുഴലിക്കാറ്റ് സർവശക്തനാകുന്ന ദൈവം യോബിന്റെ ജീവിതത്തിലേക്ക് കടത്തി വിടുക. യോബ് ചോദിച്ചു, എന്തിനാ കർത്താവേ ഒരു കൊടുങ്കാറ്റ് എന്റെ നാളെയുടെ പ്രതീക്ഷകളെ, തലമുറയുടെ വഴികളെ അടച്ചു കളഞ്ഞു? പിന്നെ എന്തിനാ ഒരു ചുഴലിക്കാറ്റ്? ചുഴലിക്കാറ്റ് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അകത്തുനിന്ന് ഒരു ഇമ്പസ്വരമുണ്ട്. ഈ ചുഴലിക്കാറ്റ് നിന്നെ തകർത്ത് കളയാനല്ല, ഈ ചുഴലിക്കാറ്റ് നിന്നെ പണിതെടുക്കാൻ വേണ്ടിയാ. വിശ്വസിക്കുന്നവർ കർത്താവിന് കരങ്ങളെ അടിച്ച് ദൈവത്തിന് മകത്ത് കൊടുത്തേ. സ്വത്രം. പാസ്റ്റർ ചന്ദ്രൻ, ഒത്തിരി ചുഴലിക്കാറ്റ് കടന്നു വന്നു, എന്നാൽ ഒത്തിരി കൊടുങ്കാറ്റ് കടന്നു വന്നു. ഇനി ഒരു ചുഴലിക്കാറ്റ് വെളിപ്പെടാൻ സമയമായി. അത് നിങ്ങളുടെ ഫാമിലിയുള്ള ബന്ധത്തിൽ ചില പ്രാർത്ഥനയുടെ മറുപടികളായിരിക്കുമെന്ന് പരിശുദ്ധ ബന്ധമായി കൈമാറും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ചുഴലിക്കാറ്റ് പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോ, കൊടുങ്കാറ്റ് പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോ ചുഴലിക്കാറ്റ് പ്രതീക്ഷകൾ നൽകി തരാൻ പോകുക. വിശ്വസിക്കുന്നവർ കർത്താവിന് ഇന്ന് രാത്രികാലം ഒന്ന് മഹത്വം കൊടുത്താട്ടെ. ഒറ്റ ദൂത് ഞാൻ പറയാൻ കേട്ടോ, ശത്രു നിനക്ക് വിരോധമായി ചുഴലിക്കാറ്റിൽ വെളിപ്പെട്ടെങ്കിൽ അവൻ നിനക്ക് വേണ്ടി കൊടുങ്കാറ്റിൽ വെളിപ്പെടുന്ന ദൈവം. കരം തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്ത് അവൻ നിനക്ക് വേണ്ടി കൊടുങ്കാറ്റിൽ വെളിപ്പെടുന്ന ദൈവം. ഇന്ന് രാത്രികാലം ശത്രു ഇറങ്ങിയ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരാൻ പോകുക. ദൈവരാശിയെ അതൂതിനെ ഒന്ന് സ്വീകരിച്ച് ശത്രു ഇറങ്ങിയ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുക. ശത്രു കൊടുങ്കാറ്റിൽ ഇറങ്ങി വന്നെങ്കിൽ അവൻ നിനക്ക് വേണ്ടി ചുഴൽക്കാറ്റിൽ ഇറങ്ങി വരും. ചുഴൽക്കാറ്റിൽ ഇറങ്ങി വന്ന ദൈവം കമ്പിവാചകം പോലെ സമയം നമ്മുടെ മുന്നിൽ പരിമിതമായതുകൊണ്ട് പറയട്ടെ, അവൻ 3-4 ദൂതുകൾ അവന് വേണ്ടി കൈമാറി. 1:42 3-ാം വാക്യത്തിന്റെ അകത്ത് യോബ് പറയുന്നു, അറിവ് കൂടാതെ ആലോചന ഇരുളാക്കുന്ന ഇവൻ ആരാണ്? ഇന്ന് രാത്രികാലം ഒരു ദൂത് കൈമാറാം. നിന്റെ ശത്രുവിന്റെ അറിവ് പോലും കൂടാതെ അവന്റെ ആലോചന ഇരുളാക്കി മാറ്റുവാൻ ദൈവത്തിന് ഇന്ന് രാത്രികാലം പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിന് ഇന്ന് രാത്രികാലം മഹത്വപ്പെടുത്താട്ടെ. നിന്റെ ശത്രുവിന്റെ അറിവ് പോലും കൂടാതെ അവന്റെ ആലോചനയെ അവൻ നിഷ്ഫലമാക്കി മാറ്റും. സ്വത്രം. ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന, കൊടുങ്കാറ്റിൽ ഇറങ്ങി വന്ന ദൈവം, ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന ദൈവം വെറുതെ പോകുകയല്ലായിരുന്നു. 5 വാഗ്ദത്തങ്ങൾ, 5 അനുഗ്രഹങ്ങൾ യോബിന്റെ ജീവിതത്തിൽ കൊടുത്തു. 1-ാമത്തെ അനുഗ്രഹമാണ് 42-ന്റെ 5-ൽ കാണുന്നു, ഞാൻ അവനെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, എന്നാൽ എന്റെ കണ്ണാൽ കാണുന്നു. 1-ാമത്തെ അനുഗ്രഹം, കേട്ട ദൈവശബ്ദം കണ്ണിന് മുന്നിൽ കണ്ടു. സ്വത്രം പറഞ്ഞാട്ടെ.
ജേക്കബ് എന്ന ഡിവൈസിലായിരിക്കുന്ന അഭിഷക്തദാസനെ നോക്കി ആത്മാവിൽ ഞാൻ ദൂത് കൈമാറാം. കേട്ട ദൈവശബ്ദം പെൻഡിംഗ് ആയി കിടക്കുകയല്ല. കേട്ട ദൈവശബ്ദം കണ്ണിന് മുന്നിൽ വെളിപ്പെടാൻ പോകുകയാണ്. എത്ര പേർ ഇന്ന് രാത്രികാലം ആ ദൈവശബ്ദത്തെ ഒന്ന് മുറുകെ പിടിച്ച്, ഞാൻ കേട്ട ദൈവശബ്ദം എന്റെ കണ്ണിന് മുന്നിൽ വെളിപ്പെടാൻ പോകുകയാണ്. കേട്ടത് നിങ്ങൾ കാണാൻ പോകും. സൂര്യാന്റി ഒന്ന് ആ ദൂതനെ ഒന്ന് സ്വീകരിച്ച് കേട്ടത് നിങ്ങളുടെ കണ്ണിന് മുന്നിൽ വെളിപ്പെടാൻ പോകും. രണ്ടാമത്തെ അനുഗ്രഹം, അതിന്റെ 8ാം വാക്യം, പ്രാർത്ഥനകൾക്കകത്ത് ഒരു അഭിവൃദ്ധി യോബിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. സ്വത്രം പറഞ്ഞാട്ടെ. റിജുവൻ പാസ്റ്റർ ആ ദൂതനെയൊക്കെ ഒന്ന് സ്വീകരിച്ച് പ്രാർത്ഥനകൾക്കകത്ത് ഒരു അഭിവൃദ്ധി. സ്വത്രം. അഭിവൃദ്ധി വെളിപ്പെടാൻ യോബ് എന്നാ ചെയ്തേ? യോബ് പ്രാർത്ഥിച്ചു. സന്തോഷ് പാസ്റ്റർ ആ ദൂതനെ ഒന്ന് സ്വീകരിച്ചു. രണ്ടാമത്തെ അനുഗ്രഹം, പ്രാർത്ഥനകൾക്കകത്ത് യോബിന്റെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി കടന്നു വന്നു. സ്വത്രം പറഞ്ഞാട്ടെ. സ്വത്രം പറഞ്ഞാട്ടെ. മൂന്നാമത്തെ അനുഗ്രഹം, ആമേൻ, അതിന്റെ 9ാം വാക്യം, യോബിന്റെ മുഖത്തെ ദൈവം ആദരിച്ചു. സ്തോത്രം പറഞ്ഞാൽ യോബിന്റെ മുഖത്തെ ദൈവം ആദരിക്കുമ്പോൾ ആരെല്ലാം ആദരിച്ചില്ലെങ്കിലും ദൈവം നിങ്ങളുടെ മുഖത്തെ ആദരിക്കും. അനിൽ പാസ്റ്റർ ആ ദൂതനെ ഒന്ന് സ്വീകരിച്ചു. യോബിന്റെ ജീവിതത്തിന്റെ അകത്ത് 3ാമത്തെ അനുഗ്രഹമാണ് അവന്റെ മുഖത്തെ ദൈവം ആദരിച്ചു. യോസഫിന്റെ മുഖത്തെ ആദരിക്കാതെ കളിയാക്കിയ സ്ത്രീ യോസഫിന് അവൻ കൊട്ടാരത്തിലേക്ക് അവന്റെ സിംഹാസനം ഉറച്ചപ്പോൾ അവന്റെ മുഖത്തെ ആദരിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം നിങ്ങളുടെ മുഖത്തെ ആദരിക്കുന്ന ഒരു സീസൺ വെളിപ്പെടാൻ സമയമായി. അഭിഷക്തന്മാരെ, അന്ന് നിങ്ങളെ കളിയാക്കിയവരും ദർശനത്തെ പരിഹസിച്ചവരെല്ലാം നിങ്ങളുടെ മുൻപാകെ വന്ന് നിൽക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടാകും. 4ാമത്തെ അനുഗ്രഹം, അവന്റെ സ്ഥിതികൾക്ക് ഭേദം വരുത്തി. സ്തോത്രം പറഞ്ഞാട്ട്. ആമേ, സാനു, ഫിലിപ്പ്, ദൈവദാസി ആ ദൂതനെ ഒന്ന് സ്വീകരിച്ച് ഇന്ന് രാത്രികാലം നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം ഭേദം വരുത്താൻ പോവാ. സുശീലാന്റി ആ ദൂതനെ ഒന്ന് സ്വീകരിച്ച് 4ാമത്തെ അനുഗ്രഹം, ആമേ സ്തോത്രം, അവന്റെ സ്ഥിതികൾക്ക് ദൈവം ഭേദം വരുത്തി എന്ന് സ്തോത്രം പറഞ്ഞാട്ട്. 5ാമത്തെ അനുഗ്രഹം, അവിടേക്ക് നിന്ന് ഒത്തിരി ശുശ്രൂഷിക്കേണ്ടതാ. ഞാൻ കമ്പിവാചകം പോലെ പറഞ്ഞു വിടുകയാണ്. 5ാമത്തെ അനുഗ്രഹമാണ്, ആമേൻ, അവന് നഷ്ടപ്പെട്ടതിനെ എല്ലാം അവൻ ഇരട്ടിയായിട്ട് ദൈവം കൊടുത്തു. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രികാലം എത്ര പേർ ആത്മാവിൽ ആ ദൂതനെ ഒന്ന് സ്വീകരിക്കും? ഇന്ന് രാത്രികാലം എനിക്ക് നഷ്ടപ്പെട്ടെത്തിയത്, ഷാജി മാത്യു ദൈവദാസനെ ആ ദൂതനെ ഒന്ന് സ്വീകരിച്ചാട്ടെ. നഷ്ടപ്പെട്ടതിനെ എല്ലാം ദൈവം ഇരട്ടിയായിട്ട് നൽകി തരാൻ പോകുക. ഈ 5 വിധമാകുന്ന അനുഗ്രഹങ്ങൾ ഇന്ന് രാത്രികാലം ഈ 40 ഡിവൈസിന്റെ അകത്ത്, 38 ഡിവൈസിന്റെ അകത്ത് വെളിപ്പെടട്ടെ. നഷ്ടപ്പെട്ടതിനെയൊക്കെയും ദൈവം മടക്കി തരാൻ പോകുക. ഇന്ന് രാത്രികാലം ചില മിനിറ്റുകൾ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ നഷ്ടങ്ങൾ ദൈവം ലാഭമാക്കാൻ പോകുക. നിങ്ങൾ എവിടെയാണോ നഷ്ടങ്ങൾ സംഭവിച്ചത് അവിടെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തേക്ക്, നിങ്ങളുടെ ലാഭത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുക. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങൾ കൊല്ലാവുന്നവനായി തെളിയുമ്പോൾ ഇന്ന് രാത്രികാലം ആത്മാവ് പറയുന്നു, നഷ്ടപ്പെട്ടതിന് ഇരട്ടിയായിട്ട് നൽകി തരാൻ പോകുകയാണ്. ഏതെല്ലാം വിധത്തിലാണോ നഷ്ടങ്ങൾ കടന്നു വന്നത്, ഏതെല്ലാം നഷ്ടങ്ങൾക്ക് നടുവിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്, ഇന്ന് രാത്രികാലം നഷ്ടപ്പെട്ടതിന് ദൈവം മടക്കി തരാൻ പോവാന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രികാലം നഷ്ടപ്പെട്ട ഇടം പ്രവാചക ശിഷ്യനോട് പറഞ്ഞ് അതൊന്ന് കാണിച്ചു കൊടുക്ക്. അവിടെ കോല് വെട്ടി എറിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടതാ വന്നതെങ്കിൽ യോബിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടിയാ വന്നത്. ഏലീശയുടെ മേൽ അവൻ അഭിഷേകം മാത്രമല്ല, ഏലിയാവിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ഇരട്ടിപ്പങ്കാ വന്നത്. ഇന്ന് രാത്രിക്കാലം ഒരു നഷ്ടപ്പെട്ടതിന് ദൈവം ഇരട്ടിപ്പങ്കായി. അത് അഭിഷേകമാണെങ്കിൽ ആ വിധത്തിൽ, നന്മയാണെങ്കിൽ ആ വിധത്തിൽ, ആരോഗ്യമാണെങ്കിൽ ആ വിധത്തിൽ, ആയുസിന്റെ മേഖലയാണെങ്കിൽ ആ വിധത്തിൽ ഇന്ന് രാത്രിക്കാലം നഷ്ടപ്പെട്ടതിന് ദൈവം മടക്കി തരുന്ന രാത്രിയായിട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം കർത്താവേ, സാറാമയ ബ്രഹാമ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കും. ആ മാതാവായിരിക്കുന്ന റൂമിന്റെ അകത്ത് ദൈവീയമാകുന്ന സൗഖ്യത്തിന്റെ കരം വെളിപ്പെടട്ടെ. താൻ അനുഭവിക്കുന്ന എല്ലാ മേഖലകൾക്ക് നടുവിലും ആത്മാവിന്റെ വലിയ കരം ഇന്ന് രാത്രികാലം ഇറങ്ങി വരട്ടെ. സൗഖ്യമാക്കുവാൻ അങ്ങയുടെ കരം ചലിക്കും. പിന്നെയും ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ പൂർണ്ണമാകുന്ന ദൈവീയ വിടുതൽ ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രികാലം നഷ്ടപ്പെട്ടതിനെയൊക്കെയും ദൈവം മടക്കി തരുന്ന രാത്രിയായി മാറും. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ദൈവീയ ദൂതന് മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ അനിൽ ജോർജ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. വരുന്ന ചൊവ്വാഴ്ച നമുക്ക് ഒരുമിച്ച് കാണാമല്ലോ. എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി അങ്ങയുടെ അഭിഷേകത്തിലൂടെ അരുളി ചെയ്ത തിരുവചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവത്തിന്റെ വചന വിരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർത്തിയുണ്ട്. പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെയും വേർപെടുത്തുന്നതുമാണ്. ഇന്ന് രാത്രി ആ വചനം ഞങ്ങളോട് ക്രിയ ചെയ്തല്ലോ കർത്താവേ. ഞങ്ങളുടെ ദേഹത്തേക്ക് ആത്മാവിൽ അയച്ച വിടുതലുകൾക്കും സാന്ത്വനങ്ങൾക്കുമായി സ്തോത്രം.
പരിശുദ്ധാത്മാവെ ഇന്ന് രാത്രി തന്റെ അഭിഷേകത്തിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഒരായുധമായി ഉപയോഗിച്ചല്ലോ കർത്താവെ. വരും ദിവസങ്ങളിലും ഇണങ്ങിയ ആയുധമായി കർത്താവെ അനേകരെ നേടുവാൻ, അനേകരെ ചെത്തിമിനുക്കാൻ, രാജ്യങ്ങൾക്കും പട്ടണങ്ങൾക്കും ജാതികൾക്കും പ്രവാചകനായി ദൈവം മാനിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തെയും തലമുറകളെയും അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകളെ അവിടുന്ന് വിശാലതയിലേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 4-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നല്ലോ, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എന്നെ വിശാല സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. വിശാലതകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. തന്റെ ദാസന്റെ ശുശ്രൂഷകളുടെ വിശാലതകൾക്ക് വേണ്ടി, എക്സ്പാൻഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ എല്ലാ മേഖലയും, ശുശ്രൂഷയുടെ മേഖലകളിൽ കർത്താവ് ഈ പ്ലാറ്റ്ഫോമിന്റെ സ്തോത്ര എക്സ്പാൻഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ട ഒത്തിരി അഭിഷിക്തന്മാരുടെ ദൈവമക്കളുടെ സഹോദരിമാരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് കേട്ടെടുത്ത ദൂതിനെ ഞങ്ങൾ കർത്താവെ അതിനെ റിസീവ് ചെയ്യുകയാണ്. കർത്താവ് റിസീവ് ചെയ്യുകയാണ്. മറിയ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഞങ്ങൾ ഈ വചനത്തെ ഏറ്റെടുത്തു. ഇന്ന് രാത്രി കർത്താവെ മനനം ചെയ്യുന്നു. കർത്താവെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. ദൈവമേ, ദൈവദാസന്മാർ കർത്താവ് ബീഹാറിൽ ജോലി ചെയ്തവരെ ഓർത്ത് സ്തോത്രം, റെനി പാസ്റ്റർ, മറ്റഭിഷിക്തന്മാർ എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചാട്ടെ കർത്താവ്. അടുത്ത ചൊവ്വാഴ്ച കർത്താവെ നടക്കുന്ന മീറ്റിങ്ങിനായി സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ എല്ലാ മീറ്റിങ്ങുകളും അനുഗ്രഹമാക്കി തീർക്കണം. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ ദിവ്യനാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപ, ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സാമീപ്യ സഹവാസം നാം ഓരോരുത്തരോടും, വിശേഷാൽ ഈ മിനിസ്ട്രിയോടും ആമേ കർത്താവിന്റെ അഭിഷിക്തരുടെ കുടുംബത്തോടും നമ്മൾ ഓരോരുത്തരും കൂടി ഇന്നും നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ചെയ്തെന്ന കർത്താവിന്റെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ